ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെല്ലാവരും തന്നെ പരിശുദ്ധ അമ്മയോട് ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്നവരാണ്. വ്യക്തിപരമായി പരിശുദ്ധ അമ്മയുടെ സ്നേഹം അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ജീവിതങ്ങൾ അനേകം പേര് ഇവിടെ ഇരിക്കുന്നുണ്ടായിരിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ വണക്കമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്നു, ദാമ്പത്യ ജീവിതങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും തന്നെ പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്നവരാണ്, വണങ്ങുന്നവരാണ്. അതുതന്നെയാണ് ഇന്ന് നമ്മെ എല്ലാവരെയും തന്നെ ഒന്നിച്ച് ചേർത്തിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 44-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: സ്വർഗരാജ്യം വയലിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള നിധിക്ക് തുല്യമാണ്. അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വയ്ക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ നിധി എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. ഈ നിധി ഒളിച്ചു വെച്ചിട്ടുള്ള വയൽ എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയാണ്. ഈ അമ്മയെ സ്വന്തമാക്കുന്ന വ്യക്തിക്ക് യേശുക്രിസ്തുവിനെ ലഭിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനായവനെ പരിശുദ്ധിയിൽ വളർത്തിയത് പരിശുദ്ധ മാതാവാണ്. ആ പരിശുദ്ധ മാതാവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന് അനുരൂപരായി പരിശുദ്ധ മാതാവ് നമ്മെ വളർത്തും. അതായത് യേശുവാകുന്ന വചനത്തിലെത്തുവാനുള്ള വഴിയാണ് പരിശുദ്ധ മാതാവ്. കരമുയർത്തു എന്ന് പറയാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. വ്യക്തിപരമായി നമ്മുടെ ജീവിതങ്ങൾക്ക് അഭിഷേകം ലഭിക്കണമെങ്കിൽ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ പിടിച്ചാൽ മതി. അമ്മയുടെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തമായിട്ടുള്ള അഭിഷേകം കടന്നു വരുന്നു. കരമുയർത്തി ഒരിക്കൽ കൂടെ പറയാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ ചില തകർച്ചകൾ, ചില വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഒക്കെ നമ്മെ പ്രാർത്ഥിക്കുന്നതിൽ നിന്നും ജപമാല ചൊല്ലുന്നതിൽ നിന്നും ഒക്കെ അകറ്റി നിർത്തിയിട്ടുണ്ടായിരിക്കാം. നമുക്ക് തടസ്സം വരുന്നുണ്ടായിരിക്കാം പ്രാർത്ഥിക്കാനായിട്ട്. എഫെസ്യർക്കെഴുതിയ എഴുതിയ ലേഖനം 6-ാം അധ്യായം 12-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. ഹല്ലേലൂയ. അതായത് ഈ ലോകത്തിൻ്റെ അധിപനെ, പിശാചിനെ ജയിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചില സഹനങ്ങൾ, വേദനകളൊക്കെ കടന്നു വരുമ്പം ആ സഹനങ്ങളുടെ നിമിഷങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ പിടിക്കണമെന്ന് യേശു ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ വേദനകളും ദുഃഖങ്ങളും സങ്കടങ്ങളും എല്ലാം പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായും നമുക്ക് വേണ്ടി സ്വർഗം തുറക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെല്ലാവരും തന്നെ പരിശുദ്ധ അമ്മയുടെ മടിത്തട്ടിൽ കിടന്ന് വളരണമെന്ന് തന്നെയാണ് ഈശോയുടെ ആഗ്രഹം. മറിയത്തിന് ജീവിതത്തിൽ ഇടം കൊടുക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ വായുവേഗത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ചില തടസ്സങ്ങൾ, പ്രാർത്ഥനകൾ ഒക്കെ അനുഗ്രഹം പ്രാപിക്കാത്തതിൻ്റെ ഒരു കാരണം പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയുടെ കുറവുണ്ടോ എന്നൊന്ന് പരിശോധിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. പരിശുദ്ധ അമ്മയ്ക്ക് ജീവിതത്തിൽ ഇടം നൽകാത്ത വ്യക്തികളുടെ ജീവിതങ്ങൾ ആത്മീയമായിട്ടുള്ള മരവിപ്പ് ബാധിക്കുന്നത് കാണാൻ സാധിച്ചിട്ടുണ്ട്. ആത്മീയ ജീവിതത്തിൽ പുറകോട്ട് പോകുന്നത് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, വിശുദ്ധിയിൽ നിലനിൽക്കുന്നത് ദുഷ്കരമായി തീരും. പരിശുദ്ധ അമ്മയോട് ഭക്തി പുലർത്താത്ത വ്യക്തിയുടെ ജീവിതത്തിൽ വിശുദ്ധി പാലിക്കുന്നത് ദുഷ്കരമായി തീരുന്നു. ഹല്ലേലൂയ. ഒരിക്കൽ വിശുദ്ധ ജത്രൂദ് ഈശോയോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്: ഈശോയെ, അങ്ങേ തൃപ്തിപ്പെടുത്തുവാനുള്ള ഏറ്റവും എളുപ്പമായ വഴി ഏതാണ്? ഈശോ മറുപടി പറയുന്നത് ഇങ്ങനെയാണ്: എൻ്റെ അമ്മയെ സ്നേഹിക്കുക. എൻ്റെ അമ്മയെ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. എൻ്റെ അമ്മ വഴി നിങ്ങൾക്കാവശ്യമായുള്ള എല്ലാ അനുഗ്രഹങ്ങളും കൃപകളും ഞാൻ നൽകുക തന്നെ ചെയ്യും. സന്തോഷത്തോടെ കരമുയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഇത്രയധികം ഞാൻ നിങ്ങളോട് പങ്കുവെക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ എൻ്റെ അമ്മ എന്നെ അനുഗ്രഹിക്കാതെ ഈ ആൾത്താരയ്ക്ക് മുമ്പിലായിരിക്കാൻ എനിക്ക് സാധിക്കത്തില്ല. ഞാനൊരു സാധാരണ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. അപ്പച്ചനും അമ്മച്ചിയും 3 സഹോദരിമാരുമുള്ള എൻ്റെ കൊച്ചു കുടുംബത്തിൽ ചെറിയ പ്രായത്തിലെ അമ്മ മരിച്ചുപോയി. തുടർന്ന് അപ്പച്ചൻ 2ാമത് വിവാഹം കഴിച്ചു. ആ നാളുകൾ മുതൽക്കേ തന്നെ ചെറുതും വലുതുമായ സഹനങ്ങളിലൂടെ എൻ്റെ നല്ല ദൈവം എന്നെ വഴി നടത്തിയപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുവാനും പ്രാർത്ഥിക്കുവാനും എന്നെ പഠിപ്പിച്ചത് എൻ്റെ അമ്മമ്മയായിരുന്നു.
അമ്മമ്മ എന്ന് പറയുമ്പോൾ എൻ്റെ മരിച്ചുപോയ അമ്മച്ചിയുടെ അമ്മാമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്ന് പറയുന്നത് കുഞ്ഞുനാൾ മുതൽക്ക് ഞാൻ കാണുന്നതാണ്. എൻ്റെ അമ്മമ്മ ധാരാളം ജപമാല ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിക്കും. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കും. ഇത് കണ്ടുകൊണ്ട് വളർന്നതുകൊണ്ട് തന്നെ ദിവ്യകാരുണ്യ ഈശോയോടുള്ള ഭക്തി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വളരുവാൻ തുടങ്ങി. എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നതിന് മുൻപായി നിർബന്ധപൂർവ്വം ഞങ്ങളെ 3 കുഞ്ഞുങ്ങളെയും കൂട്ടിക്കൊണ്ട് അമ്മമ്മ ദേവാലയത്തിലേക്ക് പോകുമായിരുന്നു. അവിടെ പരിശുദ്ധ കുർബാനയ്ക്ക് അണയുന്ന നിമിഷങ്ങളിൽ വെളുത്ത തിരുവോസ്തിക്കകത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അമ്മമ്മ ഞങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് പറയും, മക്കളെ, ആ തിരുവോസ്തിക്കകത്ത് ഈശോ ഉണ്ട് കേട്ടോ. നിങ്ങളുടെ സങ്കടങ്ങളും വേദനകളും ഒക്കെ ഈശോ കാണുന്നുണ്ട്. അവിടുന്ന് അതെല്ലാം സ്വീകരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കും. എൻ്റെ കുഞ്ഞു മനസ്സിൽ അമ്മമ്മ പറഞ്ഞത് നന്നായിട്ട് സ്പർശിക്കാനായിട്ട് ഇടയായി. അന്ന് മുതൽ എൻ്റെ കൊച്ചു കൊച്ചു വേദനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം ദിവ്യകാരുണ്യ സന്നിധിയിൽ പങ്കുവെച്ച് വളരുന്ന അനുഭവത്തിലൂടെ ഞാൻ അങ്ങനെ കടന്നു പോകുമ്പോഴും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ശൂന്യത എൻ്റെ മനസ്സിൻ്റെ കോണിൽ എവിടെ ഉണ്ടായിരുന്നു. അത് തിരിച്ചറിയാനായിട്ട് എനിക്ക് സാധിച്ചത് ഞാൻ ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം. അന്നേ ദിവസം രാവിലെ ചെയ്യാത്ത കാര്യത്തിന് എൻ്റെ അപ്പച്ചൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് ഒരുപാട് ശിക്ഷ ലഭിച്ചു. ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ എന്നെ ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ സമയം എൻ്റെ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ മുറിവേറ്റു. ഞാൻ എൻ്റെ വീടിൻ്റെ മൂലയിലിരുന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ സങ്കടം ഒന്ന് മാറട്ടെ എന്ന് കരുതിയിട്ടാകണം എൻ്റെ അമ്മമ്മ എനിക്കൊരു ചെറിയ പുസ്തകം സമ്മാനമായി നൽകി. ആ പുസ്തകം മറച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി അത് വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ ജീവചരിത്രമാണ് എന്നുള്ളത്. കുഞ്ഞുനാൾ മുതൽക്കേ തന്നെ വായിക്കാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെയാണ് അമ്മമ്മ ആ പുസ്തകം എനിക്കായി സമ്മാനിച്ചത്. കരഞ്ഞുകൊണ്ട് ആ പുസ്തകം അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പതുക്കെ എൻ്റെ കരച്ചിൽ നിൽക്കാൻ തുടങ്ങി. അങ്ങനെ വായിച്ചു പോകുമ്പം ആ പുസ്തകത്തിലെ പേജുകളിലുള്ള ഒരു വാചകം എൻ്റെ മനസ്സിനെ സ്പർശിച്ചു. അതിങ്ങനെയായിരുന്നു: വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ അമ്മ ചെറിയ പ്രായത്തിൽ മരിച്ചു പോയപ്പോൾ കൊച്ചുത്രേസ്യ പുണ്യവതി പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിന് മുൻപാകെ ചെന്ന് നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നൊരു ഭാഗമുണ്ട്: പരിശുദ്ധി അമ്മേ, ഈ ഭൂമിയിലുള്ള എൻ്റെ അമ്മ എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ മുതൽ എൻ്റെ പെറ്റമ്മയ്ക്ക് പകരമായി പരിശുദ്ധ അമ്മയെ എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്വീകരിക്കുന്നു കേട്ടോ. ഈ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് തോന്നുവാൻ തുടങ്ങി, എന്തുകൊണ്ട് ഇപ്രകാരം എനിക്കും പ്രാർത്ഥിച്ചുകൂടാ. പിറ്റേ ദിവസം ഞാൻ പഠിക്കുന്ന കോൺവെന്റിലെ ചാപ്പലിലുള്ള പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിന് മുൻപാകെ മുട്ടുകുത്തി ഞാനും ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി: പരിശുദ്ധി അമ്മേ, കൊച്ചുത്രേസ്യമ്മ പ്രാർത്ഥിച്ചതുപോലെ ഇതാ ഞാനും പ്രാർത്ഥിക്കുന്നു. എനിക്കും അമ്മയില്ല കേട്ടോ. ഇപ്പോൾ മുതൽ എൻ്റെ പെറ്റമ്മയ്ക്ക് പകരമായി പരിശുദ്ധ അമ്മയെ എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്വീകരിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, എനിക്കറിയാവുന്ന കൊച്ചു കൊച്ചു വാക്കുകളിൽ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ ഞാനൊരു വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തുകയാണ്. അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ഏതെല്ലാം പ്രാർത്ഥനകൾക്ക് മുടക്കം വരുത്തിയാലും ഞാൻ മുടക്കം കൂടാതെ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അതെൻ്റെ പരിശുദ്ധ അമ്മയോടുള്ള വിമല ഹൃദയ പ്രതിഷ്ഠാ ജപമാണ്. അതുതന്നെയാണ് എന്നെ വിശ്വാസത്തിൽ ഉറപ്പിച്ചതും സഹനത്തിൻ്റെ മേഖലകളിൽ കൈപിടിച്ച് നയിച്ചതും. ഹല്ലേലൂയ. ഞാൻ വളർന്നു വലുതായി. ഞാൻ വിചാരിച്ചിരുന്ന രീതിയിൽ എൻ്റെ ജീവിതത്തിലെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ എനിക്ക് സാധിച്ചില്ല. വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടും വീട്ടുകാരുടെ താല്പര്യക്കുറവും മൂലം നന്നായി പഠിക്കുമായിരുന്ന എനിക്ക് പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോൾ തന്നെ പഠനം അവിടെ വെച്ച് ഉപേക്ഷിക്കേണ്ടതായി വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, എല്ലാത്തിൻ്റെയും ബേസ് പണമാണ്. പണമുണ്ടെങ്കിൽ എവിടെയും എന്തും സ്വന്തമാക്കാം. അതുകൊണ്ട് ഉള്ള വിദ്യാഭ്യാസം വെച്ച് ഒരു ജോലി സ്വന്തമാക്കുക എന്നുള്ള ലക്ഷ്യവുമായി എനിക്കേറെ പ്രിയപ്പെട്ട നേഴ്സിംഗ് കോഴ്സിലേക്ക് ഞാൻ പ്രവേശിച്ചു. 1.5 വർഷത്തെ ആ കോഴ്സ് അങ്ങനെ തീരാറായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്കായി ഒരു വിവാഹാലോചന കടന്നു വരിക. ഈ വിവാഹാലോചന കടന്നു വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അപ്പച്ചനോട് ഞാൻ പറഞ്ഞു, അപ്പച്ചൻ, എനിക്കിപ്പോൾ വിവാഹത്തിന് താല്പര്യമില്ല. എനിക്ക് മുടങ്ങിപ്പോയ പഠനം അങ്ങ് കംപ്ലീറ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. എനിക്ക് ജോലി ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ അപ്പച്ചൻ ഈ കാര്യം അവതരിപ്പിച്ച് ഒരു 1.5 ആഴ്ച കഴിഞ്ഞിട്ടുണ്ടാകും. ഒരു വ്യക്തിയുടെ ഫോട്ടോ കാണിച്ചിട്ട് എൻ്റെ അപ്പച്ചൻ എന്നോട് പറഞ്ഞു, ഇവൻ നിന്നെ കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇന്ന് ബാറിൽ വെച്ച് ഞങ്ങൾ കണ്ടുമുട്ടി. അവന് സ്ത്രീധനം ഒന്നും വേണ്ട, നിന്നെ മാത്രം മതിയെന്ന് പറഞ്ഞപ്പം മറ്റൊന്നും ഞാൻ ആലോചിച്ചില്ല. അവിടെ വെച്ച് നിന്റെ കല്യാണം ഞാൻ അങ്ങോട്ട് ഉറപ്പിച്ചു കേട്ടോ. ഞാൻ അപ്പച്ചൻ്റെ കരഞ്ഞ് കാല് പിടിച്ചു പറഞ്ഞു, അപ്പച്ചൻ, എനിക്കിപ്പോൾ വിവാഹത്തിന് താല്പര്യമില്ല, എനിക്ക് പഠിച്ചാൽ മതി. പക്ഷെ എൻ്റെ കണ്ണുനീരും നിലവിളിയും ഒന്നും ആരും കേൾക്കാൻ തയ്യാറായില്ല. എൻ്റെ അനുവാദവും ആഗ്രഹവും കൂടാതെ എൻ്റെ വിവാഹം ഉറപ്പിക്കപ്പെട്ടപ്പോൾ ഞാൻ നേരെ ചെന്ന് നിന്നത് ദിവ്യകാരുണ്യ സന്നിധിയിലാണ്. വിവാഹദിനത്തിൻ്റെ അന്ന് വരെ വിശുദ്ധ കുർബാന എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. ദിവ്യകാരുണ്യനാഥൻ്റെ അരികിലായിരുന്നു കൊണ്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. കർത്താവേ, അവിടുന്ന് അറിയാതെയല്ല ഈ വിവാഹ ജീവിതം എനിക്ക് വന്നിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിവാഹം നടന്നുകൊള്ളട്ടെ. പക്ഷെ എനിക്ക് അങ്ങയോടൊരു കാര്യം പറയാനുണ്ട്.
എൻ്റെ ജീവിതത്തിൽ ഇതുവരെ സ്നേഹം എന്താണെന്നുള്ളത് ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടില്ല. എൻ്റെ അപ്പച്ചൻ എന്നെ സ്നേഹിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ അമ്മയുടെ സ്നേഹം എനിക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് എന്നെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെ നൽകി നീ എന്നെ അനുഗ്രഹിക്കണം കേട്ടോ. അപ്പച്ചൻ അല്പസ്വല്പമൊക്കെ മദ്യപിക്കുന്നത് കൊണ്ട് മദ്യപാനികളെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. ഒരു പ്രാർത്ഥന കൂടെ അതോടൊപ്പം ഞാൻ ചേർത്ത് വെച്ചു. ഈശോയെ, മദ്യപാനവും പുകവലിയും ദുശീലങ്ങളും ഒന്നുമില്ലാത്ത എന്നെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെ നൽകി നീ എന്നെ അനുഗ്രഹിക്കണമേ. പ്രിയമുള്ള സഹോദരങ്ങളെ, വിവാഹദിനം വന്നെത്തി. വിവാഹദിനത്തിൻ്റെ അന്ന് മക്കളെ മാതാപിതാക്കൾക്ക് കൈപിടിച്ചേൽപ്പിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അന്നേ ദിവസം എൻ്റെ അപ്പച്ചൻ അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്ക് കൈപിടിച്ചേൽപ്പിക്കുന്ന നിമിഷങ്ങളിൽ എന്നോട് ഇങ്ങനെ പറയുവാൻ തുടങ്ങി, ഇനി മുതൽ അതായിരിക്കും നിൻ്റെ വീട്. അമ്മായിമ്മ പോരെടുത്തു, ഭർത്താവ് പ്രശ്നം ഉണ്ടാക്കിയെന്നൊന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നേക്കരുത് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ അങ്ങോട്ട് ജീവിച്ചേക്കണം. അപ്പച്ചൻ പറഞ്ഞത് വേദവാക്യം പോലെ മനസ്സിൽ സ്വീകരിച്ച് വലിയ പ്രതീക്ഷയോടുകൂടെ ഞാൻ എൻ്റെ ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക. 2-3 ദിവസം വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കടന്നുപോയി. 4-ാം ദിവസം പതിവ് പോലെ എൻ്റെ ഭർത്താവിനുള്ള കട്ടൻ കാപ്പിയുമായിട്ട് ഞാൻ കടന്നു ചെല്ലുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് കാപ്പി വേണ്ട, നീ ആ കാപ്പി അങ്ങോട്ട് കളഞ്ഞേക്ക്. കാപ്പി കമഴ്ത്തി കളഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ കാണുന്നത് കട്ടിലിൻ്റെ അടിയിൽ നിന്നും പൊങ്ങി വരുന്ന ഒരു മദ്യക്കുപ്പിയാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, അതിരാവിലെ 2 പെഗ് വെള്ളം ചേർക്കാതെ കഴിച്ചില്ല എങ്കിൽ എൻ്റെ കൈയും കാലം വിറയ്ക്കും. ഇപ്പോൾ മുതൽ നിന്റെ ജോലിയാണ് എനിക്കുള്ള മദ്യം ഒഴിച്ചു തരിക എന്നുള്ളത്. ഞാൻ എൻ്റെ മുൻപിലിരിക്കുന്ന വ്യക്തിയെ ഒന്ന് നന്നായിട്ട് സൂക്ഷിച്ചു നോക്കി. ഞാൻ എന്താണ് കർത്താവിനോട് പ്രാർത്ഥിച്ചത്? മദ്യപാനവും പുകവലിയും ദുശീലങ്ങളും ഒന്നുമില്ലാത്ത ഒരു ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചെങ്കിൽ ഈശോ എനിക്ക് സമ്മാനമായി നൽകിയിരിക്കുന്നത് ഒരു തികഞ്ഞ മദ്യപാനിയാണെന്നുള്ളത് എനിക്ക് കാണപ്പെട്ടു. വീണ്ടും അദ്ദേഹം പറയുകയാ, ഇത് നീ തന്നെ ഈ ഗ്ലാസ്സിൽ ഒഴിച്ചു തരണം. എനിക്കിഷ്ടമില്ലാത്ത പ്രവൃത്തി ചെയ്യുവാൻ അദ്ദേഹം എന്നെ നിർബന്ധിച്ച നിമിഷങ്ങളിൽ പതുക്കെ കരച്ചിലോടുകൂടെ ഞാൻ എൻ്റെ എതിർപ്പ് അവിടെ വെച്ച് പ്രകടിപ്പിക്കാൻ തുടങ്ങി. പക്ഷേ ആ നിമിഷങ്ങളിൽ എൻ്റെ ശരീരത്തിൽ അവിടെ എവിടെയൊക്കെ ചില പാടുപീടുകൾ ഏറ്റുവാങ്ങേണ്ടതായിട്ട് വന്നു. വേറെ നിവൃത്തിയില്ലാതെ എൻ്റെ ജീവിത പങ്കാളിക്ക് മദ്യം ഒഴിച്ചു കൊടുക്കുന്ന നിമിഷങ്ങളിൽ വേദനയോടുകൂടി ഞാൻ മനസ്സിലാക്കി, എൻ്റെ ജീവിത പങ്കാളി സാധാരണ ഒരു മദ്യപാനി മാത്രമല്ല, മദ്യത്തിനും മയക്കുമരുന്നിനും സകലവിധ ദുശീലങ്ങൾക്കും അടിമപ്പെട്ട ആലുവായിൽ അത്യാവശ്യം തരക്കേടില്ലാതെ അറിയപ്പെടുന്ന ഒരു ഗുണ്ടയാണ് എന്നുള്ളത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവ് എനിക്ക് സമ്മാനമായി നൽകിയിരിക്കുന്നത് ആലുവായിൽ ഏറ്റവും വലിയൊരു തല്ലിപ്പൊളിയാണ്. ഇത് ഒരാഴ്ചയും കൊണ്ട് എനിക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചത്. ഞാൻ ചിന്തിച്ചു, എങ്ങനെയെങ്കിലും സ്നേഹിച്ചും ഉപദേശിച്ചും ഈ വ്യക്തിയുടെ സ്നേഹം സ്വന്തമാക്കിയെടുക്കാം എന്നുള്ള തീരുമാനവുമായി മുമ്പോട്ട് പോവുകയാണ്. ഇനി ഞാൻ ചെന്ന ഭവനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ വീട്ടുകാരും അദ്ദേഹത്തിൻ്റെ വീട്ടുകാരും എന്നോട് പറഞ്ഞത് അപ്പനും അമ്മയും 5 മക്കളും മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. എന്നാൽ ഞാൻ ആ ഭവനത്തിൽ നോക്കുമ്പോൾ ഒരു മനസ്സമ്മതത്തിനുള്ള ആൾക്കാർ ആ കുടുംബത്തിലുണ്ട്. നമ്മുടെയൊക്കെ വീട്ടിൽ കല്യാണത്തിനും മനസ്സമ്മതത്തിനൊക്കെ വിരുന്നുകാർ വരും അല്ലേ, ചിലപ്പോൾ ഒരാഴ്ച തങ്ങിയിട്ടൊക്കെ മടങ്ങിപ്പോകത്തുള്ളൂ. ഞാനും കരുതിയത് ഈ വീട്ടിൽ വിരുന്നിന് വന്നിരിക്കുന്നവർ മടങ്ങിപ്പോയിട്ടില്ല എന്നുള്ളതാണ്. 1.5 ആഴ്ചയായിട്ടും വിരുന്നുകാർക്ക് വലിയ കുറവൊന്നും കാണുന്നില്ല. ഞാൻ നോക്കുമ്പോൾ 50 വയസ്സിന് മുകളിലുള്ള ചട്ടയും മുണ്ടെടുത്ത ഒരു 5 ആൻറ്റിമാർ അവിടെ ഉണ്ട്. ആരുടെയും കല്യാണം കഴിഞ്ഞിട്ടില്ല. വീണ്ടും 50 വയസ്സിന് മുകളിലുള്ള വേറെ 2-3 ആൻറ്റിമാർ, അവരുടെയും കല്യാണം കഴിഞ്ഞിട്ടില്ല. പിന്നെ കുറേ പിള്ളേരുമുണ്ട്. അങ്ങനെ കൂട്ടത്തിൽ ഇത്തിരി മയം തോന്നി ആൻറ്റിയുടെ അടുത്ത് ചെന്ന് ഞാൻ ചോദിച്ചു, ആൻറ്റിയുടെ വീട് എവിടെയാ? എന്നാ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നേ? അവരെന്നെ അടിമുട്ടി രൂക്ഷമായിട്ടൊന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഇത് ഞങ്ങൾ കുഞ്ഞുങ്ങളെ കൂടി കൂട്ടി 23 പേരുള്ള ഒരു കൂട്ടുകുടുംബമാണ്. ഇതൊന്നും അറിയാതെയാണ് കെട്ടിക്കേറി ഇങ്ങോട്ട് പോകുന്നത്. ഒരു ഇടിവാള് എൻ്റെ മനസ്സിലൂടെ കടന്നു പോയി കേട്ടോ. എന്നാലും ഞാൻ ചിന്തിച്ചു, എങ്ങനെയെങ്കിലും ഇവരെയെല്ലാം സ്നേഹിച്ച് ഇവരുടെ എല്ലാം സ്നേഹം സ്വന്തമാക്കുക എന്നുള്ള തീരുമാനമായി മുമ്പോട്ട് പോയി. കല്യാണം കഴിഞ്ഞു ഒരു 2.5 ആഴ്ച കഴിഞ്ഞിട്ടുണ്ടാകും. അതിരാവിലെ എൻ്റെ ബെഡ്റൂമിൻ്റെ വാതിൽക്കൽ ഒരു മുട്ട് കേട്ടു. കതക് തുറന്ന് നോക്കിയപ്പോൾ ആ കുടുംബത്തിലൊരംഗം എന്നെയും കൂട്ടിക്കൊണ്ട് നേരെ അടുക്കളയിലേക്ക് പോവുകയാണ്. അവിടെ അടുക്കളയിൽ എന്നെ കാത്ത് 23 പേർക്കും ഭക്ഷണം പാചകം ചെയ്യുന്ന കലം എന്നെ നോക്കി പല്ലിളിക്കാൻ തുടങ്ങി. ആ വ്യക്തി എന്നോട് പറഞ്ഞു, 3 നേരവും ഈ വീട്ടിലുള്ളവർ കഴിക്കുന്നത് ചോറാണ്. ഇപ്പോൾ മുതൽ നിന്റെ ജോലിയാണ് ഞങ്ങൾക്കുള്ള ഭക്ഷണമൊക്കെ റെഡിയാക്കുക എന്നുള്ളത്. ഭയത്തോടും വിറവലോടും കൂടെ ഇവർക്കുള്ള പ്രഭാത ഭക്ഷണമൊക്കെ റെഡിയാക്കി കഴിഞ്ഞപ്പം ഏകദേശം 7 മണിയായിട്ടുണ്ടാകും. 7 മണിയായപ്പോൾ മറ്റൊരു വ്യക്തി എന്നെയും കൂട്ടിക്കൊണ്ട് നേരെ അലക്കുകലിൻ്റെ ചുവട്ടിലേക്ക് പോവുകയാണ്. അവിടെ അലക്കുകലിൻ്റെ ചുവട്ടിൽ എന്നെ കാത്ത് 23 പേരുടെയും വസ്ത്രം എന്നെക്കാളും ഉയരത്തിൽ ഇങ്ങനെ കുന്നുകൂട്ടിയിട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുരിശിൻ്റെ വഴിയിലെ ഭാഗം ഞാൻ ഏറ്റവും കൂടുതൽ ആലോചിച്ച് ധ്യാനിക്കാറുള്ളത് തുണി അലക്കുന്ന സമയത്ത്. എന്നെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ തിരിഞ്ഞു നോക്കി. ആരെയും ഞാൻ കണ്ടില്ല. കണ്ണുനീർ വാർത്തുകൊണ്ട് ആ തുണി മുഴുവൻ അലക്കിക്കഴിഞ്ഞ് വരുമ്പം ഏകദേശം 11 മണിയാകും.
11 മണിയാകുമ്പം വീടിൻ്റെ പിന്നെ അമ്പുറത്ത് എനിക്കുള്ള പ്രഭാത ഭക്ഷണം എന്നെ കാത്തിരിക്കുന്നുണ്ടാകും. വിശന്നാലോ ദാഹിച്ചാലോ ഒരു നേരത്തെ ഭക്ഷണം എടുത്തു കഴിക്കുവാനോ ഒരു ഗ്ലാസ് കാപ്പി ഉണ്ടാക്കി കഴിക്കാനുള്ള അനുവാദമോ സ്വാതന്ത്ര്യമോ പോലും ആ ഭവനത്തിൽ എനിക്ക് നിഷേധിക്കപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ഈ വീട്ടിലെ മരുമകളല്ല, ജോലിക്കാരത്തിയായിട്ട് മാറുകയാണ് എന്നുള്ള തെറ്റായ ചിന്തകൾ എന്നെ അലട്ടുവാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ജീവിത പങ്കാളിയോടും അവരുടെ കുടുംബാംഗങ്ങളോടുമുള്ള വലിയ വെറുപ്പ് എൻ്റെ മനസ്സിലൂടെ അലയടിക്കുവാൻ തുടങ്ങി. എൻ്റെ മനസ്സിലുള്ള വെറുപ്പ് എന്നെ പലതരത്തിലുള്ള രോഗങ്ങളിലേക്ക് നയിക്കുവാൻ തുടങ്ങി. അതിൽ വിട്ടുമാറാതെ നിലനിന്നിരുന്ന രോഗമായിരുന്നു മൂത്രാശയ സംബന്ധമായിട്ടുള്ള രോഗം. അടിക്കടിയുള്ള പനിയും വിറമ്പലും യൂറിനറി ഇൻഫെക്ഷനും മൂലം ഞാൻ പലപ്പോഴും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമായിരുന്നു. ഇത് ഞങ്ങളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും അകറ്റിയപ്പോൾ വിവാഹം കഴിഞ്ഞ് 2.5 വർഷമായിട്ടും ഞങ്ങൾക്ക് മക്കളുണ്ടായിരുന്നില്ല. അപ്പോഴാരൊക്കെയോ പറഞ്ഞു, ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടിയാൽ, അവിടെ പോയി പ്രാർത്ഥിച്ചാൽ ഭർത്താവിന് മാറ്റമുണ്ടാകും, അവിടെ പോയി പ്രാർത്ഥിച്ചാൽ മക്കളുണ്ടാകും, എങ്കിൽ പിന്നെ എങ്ങനെയെങ്കിലും അദ്ദേഹത്തെയും കൂട്ടിക്കൊണ്ട് ധ്യാനം കൂടാമെന്ന് കരുതി നിർബന്ധപൂർവ്വം ഞാൻ അദ്ദേഹത്തെയും കൂട്ടി ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഇങ്ങനെ ഇരുന്ന് ധ്യാനിക്കുകയാണ്. എന്നാൽ 1-ാം ദിവസവും 2-ാം ദിവസവും 3-ാം ദിവസവും കടന്നുപോയി. എനിക്ക് ഒരു അനുഭവം ഇല്ല. ഓരോ വചനം കേൾക്കുമ്പോഴും ഓരോ ക്ലാസ് കേൾക്കുമ്പോഴും സ്ത്രീകളുടെ സൈഡിലിരുന്ന് ഞാനിങ്ങനെ പുരുഷന്മാരുടെ സൈഡിലേക്ക് നോക്കും. ഇപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛൻ ആ വചനം പങ്കുവെച്ചത്, ബ്രദേഴ്സ് ആ സാക്ഷ്യം പങ്കുവെച്ചത് എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി തന്നെയാണ്. ഇതെങ്കിലും കേട്ട് ഇദ്ദേഹം ഒന്ന് മാറിയാൽ മതിയായിരുന്നു, ഒന്ന് നന്നായാൽ മതിയായിരുന്നു. ഇങ്ങനെ എൻ്റെ ഭർത്താവിൻ്റെ കുറവുകളിലേക്ക് മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഒരു വചനഭാഗവും എന്നെ സ്പർശിച്ചില്ല, ഒരു ദൈവാനുഭവവും എനിക്കുണ്ടായില്ല. എന്നാൽ 4-ാം ദിവസമായപ്പോൾ ബഹുമാനപ്പെട്ട മാത്യു നായ്ക്കനാമ്പറമ്പിലച്ചൻ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, മക്കളെ, ഇന്ന് അഭിഷേക പ്രാർത്ഥനയുടെ ദിവസമാണ്. നിങ്ങൾക്ക് അനുഗ്രഹം എന്തെങ്കിലും വേണമെങ്കിൽ കർത്താവിനോട് ചോദിച്ചു കൊള്ളുക, എന്ത് ചോദിച്ചാലും കർത്താവ് തരും. ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈശോയെ, 2.5 വർഷമായിട്ടും എനിക്ക് കുഞ്ഞില്ലാത്തതിൻ്റെ പേരിൽ ഒരുപാട് കുത്തുവാക്കുകൾ ഞാൻ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടുന്ന് എനിക്കൊരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണമേ എന്ന് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പ്രിയമുള്ള സഹോദരങ്ങളെ, ധ്യാനം കൂടിക്കഴിഞ്ഞ് കടന്നു വന്ന ആ മാസം തന്നെ ഞാൻ ഗർഭം ധരിച്ചു. കർത്താവ് ഞങ്ങൾക്കൊരു മകളെ നൽകി അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. സഹനത്തിന് കൂട്ടായി ഒരു കുഞ്ഞിനെ കൂടി ലഭിച്ചു എന്നുള്ളതല്ലാതെ എൻ്റെ ജീവിത പങ്കാളിയുടെ മദ്യപാനത്തിനോ ഞങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിനോ യാതൊരു മാറ്റവും ഇല്ലാതെ അങ്ങനെ മുൻപോട്ട് പോകുന്ന സമയത്ത് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, ഒരു പക്ഷേ കൂട്ടുകുടുംബത്തിൽ ജീവിക്കുന്നതുകൊണ്ടായിരിക്കാം ഈ പ്രശ്നങ്ങൾ മുഴുവനും ഉണ്ടാകുന്നത്. എങ്ങനെയെങ്കിലും അദ്ദേഹത്തെയും കൂട്ടിക്കൊണ്ട് വാടകയ്ക്ക് വീടെടുത്ത് മാറി താമസിക്കാം. അങ്ങനെ എൻ്റെ ആഗ്രഹവും ഞാൻ അദ്ദേഹത്തോടുള്ള ഈ കാര്യം അവതരിപ്പിക്കലും അങ്ങ് ശക്തമായി കഴിഞ്ഞപ്പോൾ ഒരു 2.5 ആഴ്ച കഴിഞ്ഞിട്ടുണ്ടാകും, ഞങ്ങൾ 3-ാമത്തെ ആഴ്ചയിൽ ഒരു കൊച്ചു വാടക വീട്ടിലേക്ക് താമസം മാറ്റി. എന്നാൽ എൻ്റെ എല്ലാ ധാരണയും കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള സംഭവങ്ങളാണ് പിന്നീട് അങ്ങോട്ട് എനിക്ക് കാണാനായിട്ട് സാധിച്ചത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ചുരുങ്ങിയത് ഒരു 10-16 ബൈക്ക് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലുണ്ടാകും. അതിലൂടെ കടന്നു വരുന്ന സഹോദരന്മാർ എപ്പോഴോ വാങ്ങിച്ച ഇറച്ചിയും മീനും ഒക്കെ ആയിട്ട് കയറി വരുമ്പം അതേത് പാതിരാത്രിക്കായാലും വെട്ടിവേവിച്ച് കറി വെച്ച് കൊടുത്തില്ല എങ്കിൽ എൻ്റെ ജീവിത പങ്കാളിക്കും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർക്കുമുള്ള മദ്യവും ഭക്ഷണവും ഞാൻ വിളമ്പി കൊടുത്തില്ല എങ്കിൽ എൻ്റെ വീട്ടിലെ ചട്ടിങ്കലൊക്കെ അന്തരീക്ഷത്തിൽ കൂടെ അങ്ങ് പറക്കുമായിരുന്നു. വേറെ നിവൃത്തിയില്ലാതെ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർക്കും മദ്യം വിളമ്പി കൊടുക്കാനും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനും ഞാൻ നിർബന്ധിതയായി തീർന്നപ്പോൾ വേദനയോടുകൂടി ഞാൻ മനസ്സിലാക്കി, എൻ്റെ വീട് ഒരു ബാറും റെസ്റ്റോറൻ്റൊക്കെ ആയിട്ടങ്ങ് മാറുകയാണ് എന്നുള്ളത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ബാറിലും റെസ്റ്റോറൻറ്റിലൊക്കെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ കയറി ഇറങ്ങുന്നത് കുടുംബത്തിന് അതിൻ്റെതായ പരിശുദ്ധിയുണ്ട്. ആ പരിശുദ്ധിയിൽ ഓരോ കുടുംബവും ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നല്ല ദൈവം തിരുസഭയിലൂടെ നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായ അനുഗ്രഹമാണ് കുടുംബ പ്രാർത്ഥന. സായാഹ്ന സമയങ്ങളിൽ അപ്പനും അമ്മയും മക്കളും ഒന്നിച്ചിരുന്നു കൊണ്ട് ജപമാല ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ, സന്ധ്യാപ്രാർത്ഥന അനുഷ്ഠിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിലേക്ക്, പ്രാർത്ഥിക്കുന്ന ദമ്പതികളിലേക്ക് സ്വർഗം വിട്ട് കർത്താവിൻ്റെ കൃപ അണപൊട്ടിയൊഴുകുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ കൃപ നിറഞ്ഞ ഭവനമായി മാറ്റപ്പെടുന്നു. കരമുയർത്തി ഒന്ന് പറയാവോ ഹല്ലേലൂയ? ശക്തിയോടൊന്ന് പറയാവോ ഹല്ലേലൂയ? എന്നാൽ ഇന്ന് നമ്മുടെ കുടുംബങ്ങളുടെ പരിശുദ്ധിയെ നഷ്ടപ്പെടുത്തുന്ന തരത്തിൽ പലതരത്തിലുള്ള തിന്മകൾക്ക് അടിമപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ന് പലപ്പോഴും ടി വിക്ക് അടിമപ്പെട്ട് ജീവിക്കുന്നവരുണ്ട്, ഇൻ്റർനെറ്റിന് അടിമപ്പെട്ട് ജീവിക്കുന്നവരുണ്ട്. ഇന്ന് സായാഹ്ന സമയങ്ങളാകുമ്പം ഒരു തരത്തിലും ഇല്ലാത്ത തിരക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങ് വ്യാപിക്കാൻ തുടങ്ങും. ഇപ്പോൾ പലരും തന്നെ മൊബൈൽ ഫോണിന് അടിമപ്പെട്ടാണ് ജീവിക്കുന്നത്.
പരസ്പരം സംസാരിക്കാനും സ്നേഹിക്കാനും സ്നേഹം പ്രകടിപ്പിക്കാനും സമയമില്ലാത്തൊരു സാഹചര്യത്തിലൂടെ ഇന്നത്തെ കുടുംബങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ ഇന്നത്തെ ദാമ്പത്യ ബന്ധത്തിൻ്റെ പരിശുദ്ധി നഷ്ടപ്പെട്ടു പോകുന്നു. മക്കളുടെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുക. തിരക്ക് പിടിച്ച് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാറ്റിവെക്കാൻ പറ്റിയ ഒറ്റൊരു കാര്യമുള്ളൂ, പ്രാർത്ഥിക്കാൻ സമയമില്ല. അതുകൊണ്ട് കുടുംബ പ്രാർത്ഥന വേണ്ട. ചിലരുടെ വീട്ടിൽ ഒരു രഹസ്യമൊക്കെയാണ് ചൊല്ലി പ്രാർത്ഥിക്കുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ടിട്ടുള്ള സമയം നാം ദൈവത്തിന് കൊടുത്തില്ല എങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകത്തില്ല. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ജീവിതങ്ങളിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം, പരിശുദ്ധ അമ്മയുടെ വിശുദ്ധി നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാവുകയില്ല. കരമുയർത്തി ഒന്ന് പറയാവോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വിശുദ്ധിക്കും വിശുദ്ധ ജീവിതത്തിനും വലിയൊരു പ്രാധാന്യം കൽപ്പിക്കാത്ത ഒരു കാലഘട്ടത്തിലൂടെയാ ഞാനും നിങ്ങളും ഒക്കെ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശുദ്ധിയിൽ ജീവിക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ച് ഒരു വലിയ വെല്ലുവിളിയാണ്. ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 14-ാം തിരുവചനം, എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി എന്നാൽ വേർതിരിക്കപ്പെടുക, സമർപ്പിക്കപ്പെടുക എന്നതാണ് അർത്ഥം. നീ നിന്റെ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെടുന്ന മകനും മകളുമായി മാറ്റപ്പെടണം. നീ നിന്റെ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെടുന്ന ഒരു കുടുംബമായി മാറ്റപ്പെടണം. നീ നിന്റെ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെടുന്ന ഒരു വ്യക്തി ജീവിതമായി മാറ്റപ്പെടണം. വിശുദ്ധി കൂടാതെ നമുക്കാർക്കും കർത്താവിനെ ദർശിക്കുവാനോ അവിടത്തോടുള്ള സ്നേഹത്തിൽ വ്യാപരിക്കുവാനോ സാധിക്കുകയില്ല. ചിലർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ജപമാല ചൊല്ലാനിരിക്കുമ്പം പല വിചാരം കയറി വന്നുകൊണ്ടിരിക്കുക, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, അശുദ്ധ ചിന്തകൾ കയറി വരിക. വിശുദ്ധ കുർബാനയ്ക്ക് നിൽക്കുന്ന സമയത്ത് അശുദ്ധ ചിന്തകളും വേട്ടയാടുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ജഡികമായിട്ടുള്ള പാപ സുഖങ്ങളിലൂടെയാണ് നാം ജീവിക്കുന്നതെങ്കിൽ തെറ്റായിട്ടുള്ള ചില ബന്ധങ്ങൾ, തെറ്റായിട്ടുള്ള ചില വ്യക്തികളെ, ചില കാര്യങ്ങളെയൊക്കെ നാം മനസ്സിൽ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് കുമ്പസാരം നടത്തിക്കൊണ്ട് നാം ഭക്ത അഭ്യാസങ്ങൾ നടത്തുകയാണെങ്കിൽ യേശു പരിശുദ്ധി അമ്മ നിന്റെ ജീവിതത്തിൽ നിനക്ക് അനുഭവമായി മാറുകയില്ല. കരമുയർത്തി ഒന്ന് പറയാവോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ജഡിക പാപ മേഖലകളിൽ ജീവിക്കുന്ന വ്യക്തിക്ക് ആത്മീയ കാര്യങ്ങൾ അന്യമായി തീരുന്നു. ഇന്ന് കർത്താവിനെ ഒരു ശല്യക്കാരനായിട്ട് നാം കാണുന്നത്. എന്തിനു വേണ്ടിയാ കൽപ്പനകൾ അനുസരിക്കുന്നത്? എന്തിനു വേണ്ടിയാ ധ്യാനം കൂടുന്നത്? എന്തിനു വേണ്ടിയാ വചനം അനുസരിക്കുന്നത്? ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നേ. ഈ ലോകം നമ്മോട് പറയും ഈ ലോകം പോകുന്ന വഴി അങ്ങ് പോകാൻ. പക്ഷേ കർത്താവിൻ്റെ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ ഈ കാലഘട്ടത്തിൽ വിശുദ്ധിയിൽ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധിക്ക് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു. ഏതെല്ലാം വ്യക്തികൾ വിശുദ്ധ ജീവിതത്തിൽ പാലിക്കുന്നതിന് വേണ്ടി ചില ത്യാഗങ്ങൾ, ചില കഷ്ടങ്ങൾ, ചില പരിത്യാഗങ്ങൾ അനുഷ്ഠിക്കുന്നുവോ അങ്ങനെയുള്ളവരുടെ ജീവിതത്തെ ദൈവം എടുത്തുയർത്തി അനുഗ്രഹിക്കുവാനിടയാക്കി തീർക്കുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, എൻ്റെ കുടുംബത്തിൽ എൻ്റെ ജീവിത പങ്കാളിയും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും ഒത്ത് മദ്യപിക്കുന്നതിനേക്കാൾ ഉപരിയായി എന്നെ വേദനിപ്പിച്ചിരുന്നത് മറ്റു ചില കാര്യങ്ങളായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ അദ്ദേഹത്തെ ഒരുപാട് കുടിപ്പിച്ചിട്ട് വീടിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ കിടത്തി ഉറക്കിയതിന് ശേഷം വളരെയധികം മോശമായ സമീപനങ്ങളോടുകൂടെ അവർ എന്നെ സമീപിച്ചിട്ടുണ്ട്. ഓരോ ദിവസത്തിലും ഓരോ രാത്രിയിലും എൻ്റെ ശരീരത്തിൻ്റെ പരിശുദ്ധിയെ കാത്തുപരിപാലിച്ചിരുന്നത് എൻ്റെ പരിശുദ്ധ അമ്മയോടുള്ള ജപമാല പ്രാർത്ഥനയൊന്നു മാത്രമായിരുന്നു. ഹല്ലേലൂയ. സങ്കീർത്തനത്തിന്റെ പുസ്തകം 34-ാം അധ്യായം 7-ാം തിരുവചനം, കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ സംരക്ഷിക്കുന്നു. ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. എൻ്റെ വിശുദ്ധിയെ സംരക്ഷിക്കുവാൻ ചില ദിവസങ്ങളിൽ എന്നേക്കാൾ കരുത്തരായ മനുഷ്യരുടെ മുമ്പിൽ വിജയിക്കാൻ എനിക്ക് സാധിച്ചത് എൻ്റെ അമ്മയോടുള്ള പ്രാർത്ഥനയൊന്നു മാത്രമാണ്. എല്ലാ ദിവസവും നന്നായി മദ്യപിച്ച് കടന്നു വരുന്ന എൻ്റെ ജീവിത പങ്കാളി എന്നോട് പറയുന്ന സ്ഥിരമായൊരു കാര്യമുണ്ട്, ഞാൻ ആഗ്രഹിക്കുന്ന സൗന്ദര്യമില്ലാത്ത നിന്നെപ്പോലൊരു ഭാര്യയെ എനിക്ക് ആവശ്യമില്ല. എവിടെയെങ്കിലും പോയി ചത്തു തുലഞ്ഞാൽ ഒരുപാട് സ്ത്രീധനം വാങ്ങിച്ച് എനിക്കൊരു സുന്ദരിയായ സ്ത്രീയെ കല്യാണം കഴിക്കാമായിരുന്നു. ഇത് മദ്യപിച്ചിട്ടല്ലേ പറയുന്നതെന്ന് കരുതി ഞാൻ വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല. എന്നാൽ അന്നും നന്നായിട്ട് മദ്യപിച്ച് കടന്നു വന്ന അദ്ദേഹം എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്ന കൂട്ടത്തിൽ ഇപ്രകാരം എന്നോട് പറയുവാൻ തുടങ്ങി, എന്തിനാ ഭൂമിക്ക് ഭാരമായിട്ട് നീ ഇങ്ങനെ ജീവിക്കുന്നേ? എവിടെയെങ്കിലും പോയി ചത്തുകൊള്ളാൻ ഞാൻ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ തള്ളുന്ന അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ പെട്ടത് അടുക്കളയിലിരുന്ന കത്തിയാണ്. ആ കത്തി എടുത്തിട്ട് എൻ്റെ നെഞ്ചിലേക്ക് കുത്തിയിറക്കാനായി ഓടി വരുന്ന എൻ്റെ ജീവിത പങ്കാളിയെ കണ്ടപ്പോൾ അറിയാതെ എൻ്റെ ഉള്ളിൽ നിന്ന് ഒരു നിലവിളി പുറത്തോട്ട് വന്നു. എൻ്റെ യേശുവേ എന്ന് ഞാൻ ഉറക്കെ നിലവിളിച്ചു പോയി. യേശുവിൻ്റെ നാമം ഞാൻ ഉറക്കെ നിലവിളിച്ച നിമിഷത്തിൽ കത്തിയുമായി ഓടി വന്ന എൻ്റെ ജീവിത പങ്കാളി ആരോ പിടിച്ചു നിർത്തിയാലെന്നതുപോലെ അവിടെ നിന്നു.
തുടർന്ന് കത്തി വലിച്ചെറിഞ്ഞ് ബെഡ്റൂമിലേക്ക് കടന്നുപോയി ഒരുപാട് ഛർദിച്ച് ആ ഛർദിക്കുള്ളിൽ തന്നെ കിടന്നിറങ്ങാൻ ആരംഭിച്ചു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 13-ാം തിരുവചനം, ആകയാൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷ പ്രാപിക്കും. എന്നെ അന്ന് ആ കത്തിമുനയിൽ നിന്നും രക്ഷപ്പെടുത്തിയത് യേശു നാമത്തിന്റെ ശക്തിയൊന്നു മാത്രമായിരുന്നു. ഹല്ലേലൂയ. പക്ഷേ ആ ശക്തിയെ തിരിച്ചറിയുവാൻ ഞാൻ ഏറെ വൈകി. ആ രാത്രി എവിടെ ആയിരിക്കുമ്പം എനിക്ക് തോന്നുവാൻ തുടങ്ങി, എൻ്റെ ഭർത്താവിന് ഒട്ടും ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലേ എന്നെ ഇങ്ങനെ കൊല്ലുവാൻ വേണ്ടി ശ്രമിച്ചത്. ഇനി ഞാൻ ആർക്കു വേണ്ടിയാ ജീവിക്കുന്നേ, എന്തിനു വേണ്ടിയാ ജീവിക്കുന്നേ? ആർക്കും വേണ്ടാത്ത ജീവിതം അങ്ങ് അവസാനിപ്പിച്ചേക്കാം എന്ന് കരുതി ആത്മഹത്യ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. ഒരു വലിയ കയറെടുത്ത് ഫാനിലേക്ക് ഒരു കുടുക്കിട്ട് മറ്റേ കുടുക്ക് എൻ്റെ കഴുത്തിലേക്ക് എടുത്തിട്ട് നിന്ന് സ്റ്റൂളിൽ നിന്ന് ചാടുവാൻ വേണ്ടി ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുമ്പോൾ എല്ലാ ദിവസവും എൻ്റെ സങ്കടങ്ങൾ ഏറ്റുപറയുന്ന യേശുവിൻ്റെ തിരുഹൃദയത്തിൻ്റെ ഫോട്ടോയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ ഫോട്ടോയും ഭിത്തിയിൽ തൂങ്ങിക്കിടക്കുന്നത് ഞാൻ കണ്ടു. ആ ഫോട്ടോകളിലേക്ക് നോക്കിക്കൊണ്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി, എൻ്റെ ഈശോയെ, എൻ്റെ പരിശുദ്ധ അമ്മേ, നിങ്ങളിത് കാണുന്നില്ലേ? ഈ ഭൂമിയിൽ എന്നെ സ്നേഹിക്കുവാൻ ആരുമില്ല ഈശോയെ, ആർക്കും എന്നെ വേണ്ട. അതുകൊണ്ട് എൻ്റെ ഈ ജീവിതം ഇതാ ഇവിടെ വെച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സ്റ്റൂളിൽ നിന്ന് ചാടുവാൻ വേണ്ടി കാലുകൾ ഉയർത്തിയ നിമിഷങ്ങളിൽ പെട്ടെന്ന് എൻ്റെ കാൽപാദത്തിൽ ഒരു തണുത്ത സ്പർശനം ഞാൻ അനുഭവിച്ചറിയുക. ഞെട്ടിത്തിരിഞ്ഞ് താഴേക്ക് നോക്കുമ്പോൾ 1.25 വയസ്സു മാത്രം പ്രായമുള്ള എൻ്റെ മോള് ശബ്ദമുണ്ടാക്കാതെ എഴുന്നേറ്റ് വന്നിട്ട് എൻ്റെ ഇരു കാൽപാദങ്ങളിലും കെട്ടിപ്പിടിച്ച് കണ്ണുനീരോട് കൂടി എൻ്റെ കുഞ്ഞിനോട് പറയുവാൻ തുടങ്ങി, അമ്മേ, വേണ്ട അമ്മേ, ഈ കൊച്ചു കുഞ്ഞിനെ എങ്ങനെ തിരിച്ചറിയുവാൻ സാധിക്കും? ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് എന്നുള്ളത്. എന്നെ സ്നേഹിക്കുന്ന പൊന്നു തമ്പുരാൻ എൻ്റെ കുഞ്ഞിൻ്റെ ആത്മാവിനെ തട്ടി ഉണർത്തിക്കൊണ്ട് എൻ്റെ ആത്മാവിനെ ജീവനിലേക്ക് നയിക്കുകയായിരുന്നു. ഇവളെന്നെ തൊട്ട് കഴിഞ്ഞപ്പോഴേ എനിക്ക് പരിസരബോധമുണ്ടാകുന്നേ, ഞാൻ എന്ത് പ്രവൃത്തിയായി ചെയ്യുന്നതെന്ന്. ഉടനെ തന്നെ എൻ്റെ കഴുത്തിൽ നിന്ന് കുടുക്ക് വലിച്ചെറിഞ്ഞ് സ്റ്റൂളിൽ നിന്ന് ചാടി ഇറങ്ങി എൻ്റെ കുഞ്ഞിനെ മാറോട് അടുക്കി പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്ന സമയത്ത് വലിയൊരു സ്വരം എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ കേട്ടു, നീ മരിച്ചാൽ നിന്റെ ഭർത്താവിന് ഒരു ഭാര്യയെ കിട്ടിയേക്കും, എന്നാൽ നിന്റെ കുഞ്ഞിന് ഒരമ്മയെ കിട്ടുകയില്ലല്ലോ. അമ്മയില്ലാതെ ജീവിച്ച എൻ്റെ നൊമ്പരം നന്നായിട്ട് മനസ്സിലാക്കിയവളല്ലേ നീ. ഞാൻ അവിടെ വെച്ച് തീരുമാനമെടുത്തു, എനിക്ക് വേണ്ടി മരിച്ചുയർത്ത ഒരു കർത്താവുള്ളപ്പോൾ ഞാൻ എന്തിന് മരണത്തെക്കുറിച്ച് ചിന്തിക്കണം? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം തിരുവചനം, മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാക്കുവാനും അത് സമൃദ്ധമായി നൽകുവാനും അത്രേ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരുപക്ഷെ നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, നിന്റെ ദാമ്പത്യ ജീവിതത്തിൽ നീ സ്നേഹിക്കുന്ന വ്യക്തിയുടെ സ്നേഹം തിരസ്കരിക്കപ്പെട്ട് അവഗണിക്കപ്പെട്ട് തള്ളിക്കളയപ്പെട്ടിട്ടുള്ളൊരു ജീവിതത്തിന് ഉടമയായിരിക്കാം നീ. നിന്റെ മാതാപിതാക്കൾ നിന്നെ സ്നേഹിക്കുന്നില്ലായിരിക്കാം, നിന്റെ ജീവിത പങ്കാളി നിന്നെ ഒറ്റപ്പെടുത്തുന്നുണ്ടായിരിക്കാം, നിന്റെ മക്കൾ നിന്നെ തള്ളിക്കളഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷേ ആരെല്ലാം തള്ളിക്കളഞ്ഞാലും ആരെല്ലാം ഉപേക്ഷിച്ചാലും നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി നിലകൊള്ളുക തന്നെ ചെയ്യും. ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 5 മുതൽ 6 വരെയുള്ള വചനഭാഗങ്ങൾ, ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുകയില്ല. ഒരു മനുഷ്യ വ്യക്തിക്കും തരാൻ പറ്റാത്ത ഉറപ്പാണ് ദൈവമായ കർത്താവ് തിരുവചനത്തിലൂടെ എനിക്കും നിങ്ങൾക്കുമായി നൽകുന്നത്. കരമുയർത്തി ഒന്ന് പറയാവോ ഹല്ലേലൂയ? ശക്തിയോടൊന്ന് പറയാവോ ഹല്ലേലൂയ? പ്രിയമുള്ള സഹോദരങ്ങളെ, ആ രാത്രി അങ്ങനെ കടന്നുപോയി. ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോയത് എൻ്റെ ദൈവവും എൻ്റെ കുഞ്ഞുമല്ലാതെ മറ്റാരും അറിഞ്ഞിട്ടില്ല. തുടർന്നുള്ള ദിവസങ്ങളിൽ വീടിൻ്റെ വാടക കൊടുക്കാൻ പോലും ബുദ്ധിമുട്ടായ സാഹചര്യത്തിൽ തിരിച്ച് ഞങ്ങൾക്ക് തറവാട്ടിലേക്ക് തന്നെ കടന്നു പോകേണ്ടതായി വന്നു. തിരിച്ച് എൻ്റെ ജീവിത പങ്കാളിയും ഞാനും കുഞ്ഞും കൂടെ തറവാട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എന്നെ അവിടെ സ്വീകരിച്ചത് കടുത്ത സഹനങ്ങളായിരുന്നു. ഞാൻ ഇതുവരെ അനുഭവിച്ചതിനേക്കാൾ വലിയ സഹനങ്ങളിലൂടെ എൻ്റെ ജീവിതം കടന്നു പോകാനിടയായി. ശാരീരികമായും മാനസികമായും ഞാൻ ഏറെ മുറിവേൽപ്പിക്കപ്പെട്ടു. പട്ടിണി കിടന്ന ദിവസങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഭക്ഷണമില്ലാഞ്ഞിട്ടല്ല, അതെടുത്തു കഴിക്കുവാനുള്ള സ്വാതന്ത്ര്യം പലപ്പോഴും എനിക്ക് ആ ഭവനത്തിൽ നിഷേധിക്കപ്പെട്ടിരുന്നതിനാൽ വിശന്ന വയറോടുകൂടി ആയിരുന്നു കൊണ്ട് എൻ്റെ ശരീരത്തിലെ മുറിപ്പാടുകൾ നോക്കിക്കൊണ്ടിരുന്നു കൊണ്ട് മദ്യപിച്ച് ബോധരഹിതനായി കിടന്നുറങ്ങുന്ന എൻ്റെ ജീവിത പങ്കാളിയുടെ കരങ്ങൾ, ഈ കരങ്ങൾക്കുള്ളിൽ എടുത്തു വെച്ച് കണ്ണുനീരോടുകൂടി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ ഒരു കാരണമുണ്ട്. ആദ്യമായിട്ടൊരു ധ്യാനം ഞാൻ ഡിവൈനിൽ കൂടിയിട്ടുള്ളൂ വിവാഹത്തിന് ശേഷം. ആ ധ്യാന സമയത്ത് ബഹുമാനപ്പെട്ട മാത്യു അച്ഛൻ ഇപ്രകാരം ഒരു കാര്യം പറഞ്ഞിരുന്നു. സന്ദേശമായിട്ട് അദ്ദേഹം പറഞ്ഞത്, ഈ ഗ്രൂപ്പിൽ മദ്യപാനികളുടെ ഭാര്യമാരുണ്ടെങ്കിൽ ലോകം മുഴുവനും വേണ്ടിയുള്ള മദ്യപാനികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന്. അപ്പോൾ മുതൽ ആ പ്രാർത്ഥന നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിത പങ്കാളി മദ്യപിച്ച് കിടന്നുറങ്ങുമ്പോഴും
അദ്ദേഹത്തിൻ്റെ കരങ്ങൾ എൻ്റെ കരങ്ങൾക്കുള്ളിൽ എടുത്തു വെച്ച് കണ്ണുനീരോടുകൂടി ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ചില ദിവസങ്ങളിൽ മനസ്സും ശരീരവും ഒരുപോലെ മുറിയുമ്പോൾ എനിക്ക് എൻ്റെ അമ്മയെ കാണണമെന്ന് തോന്നിയിട്ടുണ്ട്. എൻ്റെ സങ്കടങ്ങൾ ആരോടെങ്കിലും ഒന്ന് പങ്കുവെച്ചാലോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു മനുഷ്യ വ്യക്തിയുടെ അരികിലേക്ക് ഞാൻ ഓടിപ്പോയിട്ടില്ല. എനിക്ക് എൻ്റെ അമ്മയെ കാണണമെന്ന് തോന്നുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ചിത്രം മാറോടടുക്കി പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. എൻ്റെ സങ്കടങ്ങൾ ഓരോന്നും എണ്ണി എണ്ണി ഞാൻ അമ്മയുടെ തിരുസന്നിധിയിൽ പങ്കുവയ്ക്കുവാൻ തുടങ്ങി. ഏറെ നേരം അങ്ങനെ എൻ്റെ പരാതിയൊക്കെ പറഞ്ഞു കഴിയുമ്പം വലിയൊരു സമാധാനം എൻ്റെ ഹൃദയത്തിൽ വന്നു നിറയുന്നത് ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുമുണ്ട്. എങ്കിലും ഞാൻ എൻ്റെ കർത്താവിനെ ചോദ്യം ചെയ്യുമായിരുന്നു, ഈശോയെ, അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തുകൊണ്ട് അവിടെ നിന്റെ ജീവിതത്തിൽ ഇത്രയധികം സഹനങ്ങൾ അനുവദിക്കുന്നത്? ഇങ്ങനെ കർത്താവിനെ ചോദ്യം ചെയ്ത് കഴിയുമ്പോൾ തിരുവചന ഭാഗം എടുത്തു വെച്ചുകൊണ്ട് വായിക്കുവാൻ ശക്തമായിട്ടൊരു ഉൾപ്രേരണ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. 7 വർഷക്കാലം തിരുവചനത്തിലൂടെ എൻ്റെ ദൈവം എന്നെ ബലപ്പെടുത്തിയിരുന്നത് ഇപ്രകാരമായിരുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 48-ാം അധ്യായം 10-ാം തിരുവചനം, ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, എന്നാൽ വെള്ളി പോലെയല്ല, കഷ്ടതയുടെ ചൂളയിൽ നിന്നെ ഞാൻ ശോധന ചെയ്തു. എനിക്ക് വേണ്ടി മാത്രമാണ് ഞാനിത് ചെയ്യുന്നത്. ഈ വചനഭാഗങ്ങൾ വായിക്കുമ്പോൾ എനിക്ക് തോന്നുവാൻ തുടങ്ങി, എൻ്റെ ദൈവം എന്നിൽ നിന്നും എന്തോ ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാനൊരു കരിസ്മാറ്റിക്കാരത്തിയൊന്നും ആയിരുന്നില്ല കേട്ടോ. സാധാരണ കുടുംബജീവിതം നയിക്കുന്ന ഒരു പെൺകുട്ടിയായി എനിക്ക് ഈ വചനത്തിന് ബലം നൽകിക്കൊണ്ട് കരുത്തു പകർന്നുകൊണ്ട് മുൻപോട്ട് പോകുവാൻ എന്നെ സഹായിച്ചത് പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥനയാണ്. കാരണം പരിശുദ്ധ മാതാവ് വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ചവളും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയവളുമാണ്. വിശുദ്ധ അൽഫോൻസാമ്മ ഇപ്രകാരം പറയാറുണ്ട്, എൻ്റെ ജീവിതത്തിലെ കഠിന വേദനകളിലും വലിയ പരീക്ഷകളിലും ദിവ്യനാഥനുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ എന്നെ ഉറപ്പിച്ചു നിർത്തിയത് കുരിശിൻ ചുവട്ടിലെ സ്ത്രീയാണ് എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ കുരിശ് തരുന്ന വ്യക്തികൾ ഉണ്ടായേക്കാം, കുരിശ് നിറഞ്ഞ സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. നമ്മുടെ വേദനകളുടെയും കുരിശിൻ്റെയും ചുവട്ടിൽ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ തയ്യാറായാൽ നമ്മുടെ ജീവിതത്തിലെ കുരിശുകൾ രക്ഷാകരമാക്കി മാറ്റുവാനുള്ള കൃപാവരം നൽകി പരിശുദ്ധ മാതാവ് നമ്മെ സഹായിക്കും. കരമുയർത്തി എന്ന് പറയാവോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്നെ കാണുന്ന ചില വ്യക്തികൾ ചോദിക്കാറുണ്ട്, എന്തിനാ കൊച്ചെന്നിൻ്റെ നല്ല ജീവിതം എങ്ങനെ പാഴാക്കി കളയുന്നേ? ഇവനെങ്ങും നന്നാവാൻ പോകുന്നില്ല, ഇവനെ ഉപേക്ഷിച്ചിട്ട് കടന്നു പോയാൽ മറ്റൊരു വിവാഹം കഴിച്ച് നിനക്ക് സുഖമായിട്ട് ജീവിച്ചുകൂടെ? എൻ്റെ ജീവിത പങ്കാളിയോട് അടങ്ങാത്ത ദേഷ്യം എനിക്ക് തോന്നിയിട്ടുണ്ട്. ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയിലൂടെ ഞാൻ ജീവിച്ചിട്ടുമുണ്ട്. പക്ഷെ അദ്ദേഹത്തെ ഉപേക്ഷിക്കുന്ന കാര്യം എനിക്ക് ചിന്തിക്കാനാകുമായിരുന്നില്ല. അതിന് കാരണമുണ്ട്. വിവാഹദിനത്തിൻ്റെ അന്ന് പരിശുദ്ധമായ അൾത്താരയ്ക്ക് മുമ്പിൽ വെച്ച് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യമാക്കി ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിലെടുത്ത പ്രതിജ്ഞ, ഇന്നു മുതൽ മരണം വരെ ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും സന്തോഷത്തിലും സന്താപത്തിലും ഒരേ മനസ്സോടുകൂടി ജീവിച്ചു കൊള്ളാമെന്ന് ദൈവതിരുസന്നിധിയിൽ ഞാനെടുത്ത പ്രതിജ്ഞ. അതിലൂടെ കടന്നു വന്ന ദൈവസ്നേഹം എൻ്റെ ഹൃദയത്തിൻ്റെ കോണിൽ എവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഉപേക്ഷിക്കാനായിട്ട് എനിക്ക് മനസ്സ് വന്നില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ജീവിത പങ്കാളി കുരിശായി മാറുമ്പോൾ, മക്കൾ കുരിശായി മാറുമ്പോൾ, മാതാപിതാക്കൾ കുരിശായി മാറുമ്പോൾ, സഹപ്രവർത്തകർ കുരിശായി മാറുമ്പോൾ ഇട്ടേച്ചു പോകാനായിട്ട് തോന്നിയിട്ടില്ലേ? ഇതെനിക്ക് പറ്റിയിട്ടുള്ള ജീവിതമല്ല, ഈ വിളി എനിക്കുള്ളതല്ല എന്ന് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടില്ലേ? ഇതുപോലെ സഹനത്തിൽ നിന്നും ഒളിച്ചോടിപ്പോയ ഒരു വ്യക്തിയെ നാം കാണുന്നുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 16-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ സാറായുടെ ദാസിയായ ഹാഗാർ, അവൾ തൻ്റെ യജമാനത്തിയുടെ പീഡനത്തെ ഭയന്നിട്ട് ഒരു വലിയ മരുഭൂമിയിലേക്ക് ഓടിപ്പോവുകയാണ്. ആ മരുഭൂമിയിലായിരുന്നു കൊണ്ട് നിലവിളിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ അവളുടെ അരികിലേക്ക് കടന്നു വന്നിട്ട് അവളോട് ചോദിക്കുന്നുണ്ട്, സാറായുടെ ദാസിയായ ഹാഗാറെ, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു? ഇതേ ചോദ്യം തന്നെ ദൈവം നമ്മോട് ഓരോരുത്തരോടും ചോദിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട മകനെ, മകളെ, ദൈവം നിന്നെ ഏൽപ്പിച്ച ഏത് വ്യക്തിയുടെ അരികിൽ നിന്നാണ്? നിന്റെ ജീവിത പങ്കാളിയിൽ നിന്നാണോ? നിന്റെ മാതാപിതാക്കളിൽ നിന്നാണോ? നിന്റെ മേലധികാരിയിൽ നിന്നാണോ നീ മനസ്സിൽ വെറുപ്പിന്റെ മതിൽക്കെട്ടുകൾ തീർത്തുകൊണ്ട് അകന്നു കഴിയുന്നത്? നീ സ്വയമേവ സൃഷ്ടിച്ചെടുത്തിട്ടുള്ള വെറുപ്പിന്റെ മതിൽക്കെട്ടുകൾ തകർക്കാൻ നീ തയ്യാറായില്ല എങ്കിൽ എത്ര പ്രാർത്ഥിച്ചാലും നമ്മുടെ പ്രാർത്ഥനകളുടെ മേൽ ദൈവത്തിന്റെ അനുഗ്രഹം കടന്നു വരികയില്ല. ഹല്ലേലൂയ. ഹാഗാറിനോട് കർത്താവ് പറയുന്നത് ഇപ്രകാരമാണ്, നീ എവിടെ നിന്ന് ഓടിപ്പോന്നുവോ അങ്ങോട്ട് തന്നെ മടങ്ങിപ്പോവുക, നിന്റെ യജമാനത്തിക്ക് വിധേയപ്പെട്ട് നീ ജീവിക്കുക. ഇത് തന്നെയാ ദൈവം നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്നത്. നീ നിന്റെ ജീവിത പങ്കാളിയോട് വിധേയപ്പെടുമ്പോൾ, നിന്റെ മാതാപിതാക്കളോട് വിധേയപ്പെടുമ്പോൾ, മേലധികാരിയോട് വിധേയപ്പെടുമ്പോൾ ദൈവത്തിന്റെ കൃപ നിന്റെ പ്രാർത്ഥനകളിലേക്ക്, നിന്റെ ജീവിതങ്ങളിലേക്ക് അണപൊട്ടി ഒഴുകാൻ ആരംഭിക്കുന്നു. ഹല്ലേലൂയ. ശക്തിയോടൊന്ന് പറയാവോ? ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, എന്നാൽ മനുഷ്യനോട് വിധേയപ്പെടാൻ അത്ര എളുപ്പമല്ല.
മനുഷ്യനോട് വിധേയപ്പെടാൻ പറ്റണമെങ്കിൽ ആദ്യം ദൈവത്തോട് വിധേയപ്പെടാൻ തയ്യാറാകണം. ദൈവത്തോട് വിധേയപ്പെടാൻ സാധിക്കണമെങ്കിൽ യേശുക്രിസ്തുവുമായി നിന്റെ ജീവിതത്തിൽ വ്യക്തിപരമായ ഒരു ബന്ധം നിനക്ക് ആവശ്യമാണ്. യേശുക്രിസ്തുവുമായി വ്യക്തിപരമായ ബന്ധം നയിക്കാത്ത വ്യക്തികൾക്ക് ദൈവം നൽകിയ വിളിയോട് മടുപ്പ് തോന്നാൻ ഇടയായിത്തീരും. അതായത് ഇട്ടേച്ച് പോകാനായിട്ട് തോന്നും. വിരസമായ ജീവിതമായിട്ട് അനുഭവപ്പെടാൻ ഇടയാകും. എങ്ങനെയാണ് യേശുക്രിസ്തുവുമായിട്ടുള്ള വ്യക്തിപരമായ ജീവിതത്തിൽ ആഴപ്പെടാനായിട്ട് സാധിക്കുക? അനുദിനമുള്ള പരിശുദ്ധ കുർബാന വഴി, കുമ്പസാരം വഴി, വ്യക്തിപരമായി പ്രാർത്ഥിച്ച് ധ്യാനിച്ചുകൊണ്ട്, ജപമാല ചൊല്ലിക്കൊണ്ട്, വിശുദ്ധ ഗ്രന്ഥം ധ്യാനിച്ചുകൊണ്ടുമൊക്കെ നാം യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ ആഴപ്പെടുമ്പോൾ നീ അനുഭവിക്കുന്ന വേദനകളുടെയും സഹനങ്ങളുടെയും ഉത്തരം നിന്റെ ദൈവമായ കർത്താവ് നിന്നോട് സംസാരിക്കും. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 11-ാം തിരുവചനം, എനിക്ക് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നിന്റെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ള പദ്ധതി, നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പോൾ നിങ്ങൾ എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കുമെന്നുള്ള വചനഭാഗം എനിക്ക് ഉറപ്പുണ്ട്. ഒത്തിരിയേറെ തിരക്കുണ്ടായിട്ടും ദൈവവചനത്തെ വിലമതിച്ചുകൊണ്ട്, ദൈവത്തെ വിലമതിച്ചുകൊണ്ട് ദൈവവചനം കേൾക്കുവാൻ നിങ്ങളിവിടെ സമയം കണ്ടെത്തിയിരിക്കിയാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദിവസമാണിത്. കരമുയർത്തി ഒന്ന് പറയാവോ? ഹല്ലേലൂയ. നമ്മുടെ വേദനകളെയും പ്രശ്നങ്ങളെയും കർത്താവ് ഏറ്റെടുക്കുന്ന ദിവസമാണിത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, എൻ്റെ ദാമ്പത്യ ജീവിതം അങ്ങനെ 7ാമത്തെ വർഷത്തിലൂടെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പം ഞങ്ങളുടെ ഇടവക പള്ളിയിൽ ഒരു 3 ദിവസം സായാഹ്ന ധ്യാനം നടക്കാനായിട്ടിടയായി. അന്നേ ദിവസം അതിരാവിലെ എൻ്റെ അകന്ന ബന്ധത്തിലുള്ള ആൻറ്റി വന്നിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ കൊച്ചി, എത്രയാന്ന് വെച്ച് നീ ഇങ്ങനെ സഹിക്കുന്നേ? അവിടെ ഇടവകപ്പള്ളിയിലെ ധ്യാനത്തിൽ പോയി നീ സംബന്ധിച്ച് പ്രാർത്ഥിക്കുക. അവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയത്ത് ആ കാസായിലേക്കും പീലാസായിലേക്കും നിന്റെ വേദനകളും ദുഃഖങ്ങളും ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈശോ നിന്നെ അനുഗ്രഹിക്കും. എനിക്ക് ആദ്യത്തെ അറിവായിരുന്നു വിശുദ്ധ കുർബാനയിലൂടെ സൗഖ്യം നൽകുന്ന ഒരു കർത്താവിനെ കുറിച്ച്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഏറ്റവും കൂടുതൽ വിടുതലും സൗഖ്യവും മാനസാന്തരങ്ങളും സംഭവിക്കുന്നത് പരിശുദ്ധ കുർബാനയുടെ നിമിഷങ്ങളിലാണ്. അത്ഭുതങ്ങളുടെ കൂദാശയാണ് പരിശുദ്ധ കുർബാന. ഹല്ലേലൂയ. ഞാൻ എങ്ങനെയെങ്കിലും ധ്യാനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ആഗ്രഹിച്ചു. പള്ളിയിൽ പോയി എന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 അടി എനിക്ക് അന്നേ ദിവസം കൂടുതൽ ലഭിക്കും. കാരണം വിവാഹം കഴിഞ്ഞ സമയം മുതൽ ദേവാലയത്തിൽ പോകാനുള്ള അനുവാദം എനിക്ക് നിഷേധിക്കപ്പെട്ടിരുന്നു. ഒളിച്ചും പാത്തുമാണ് പലപ്പോഴും ഞാൻ ബലിയിൽ പങ്കെടുക്കാൻ പോയിരുന്നത്. എന്തും സംഭവിക്കട്ടെ എന്ന് കരുതി ഞാൻ ആ ധ്യാനത്തിലും വിശുദ്ധ കുർബാനയിലും പങ്കെടുക്കാൻ വേണ്ടി അവിടെ കടന്നു ചെല്ലുമ്പം ദേവാലയത്തിൽ നല്ല തിരക്കായിരുന്നു. പള്ളിയിൽ ഏറ്റവും ബാക്കിൽ വാതിലിൻ്റെ അരികിലാണ് എനിക്ക് നിൽക്കാനായിട്ട് സാധിച്ചത്. ഞാൻ അങ്ങനെ ദേവാലയത്തിൽ പ്രവേശിച്ചപ്പോൾ സുവിശേഷം ഭാഗം വായിക്കുന്നതാണ് കേട്ടത്. ആ സമയത്ത് എത്തിച്ചേരാൻ പറ്റിയത്. അപ്പോൾ മുട്ടുകുത്തി കുരിശ് വരച്ചുകൊണ്ട് ഈശോയുടെ മുമ്പിൽ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എല്ലാവരും എഴുന്നേൽക്കാൻ തുടങ്ങി. ഞാൻ എഴുന്നേറ്റിട്ടില്ല. അങ്ങനെ തന്നെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുക. തുടർന്ന് കാഴ്ചവെപ്പിൻ്റെ സമയമായി. ആ സമയത്ത് ബഹുമാനപ്പെട്ട വൈദികൻ ജനങ്ങളെ ഒരുക്കിക്കൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. മക്കളെ, ഇതാ യേശുവിൻ്റെ തിരുശരീരവും തിരുരക്തവും. ഈ തിരുശരീര രക്തങ്ങളിലേക്ക്, ഈ കാസായിലേക്കും പീലാസായിലേക്കും നിങ്ങളുടെ സങ്കടങ്ങളും വേദനകളും ദുഃഖങ്ങളും എല്ലാം സമർപ്പിക്കുവിൻ. കർത്താവ് ഏറ്റെടുത്ത് അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളാണിത്. പെട്ടെന്ന് ആൻറ്റി പറഞ്ഞത് ഓർത്തിട്ട് മുട്ടുകുത്തിക്കൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഈശോയെ, അങ്ങയുടെ വിലയേറിയ തിരുശരീര രക്തങ്ങളിലേക്ക് മദ്യപാനിയെ എൻ്റെ ഭർത്താവിനെ സമർപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ അറിയാതെ എൻ്റെ കണ്ണുകളൊന്ന് അടഞ്ഞുപോയി. എൻ്റെ കണ്ണുകൾ അടഞ്ഞുപോയ സമയത്ത് തന്നെ എൻ്റെ വലത്ത് തോളിൽ ശക്തമായിട്ട് ആരോ സ്പർശിക്കുന്നതായിട്ട് ഞാൻ അനുഭവിച്ചെറിഞ്ഞു. എന്നെ തൊട്ടിരിക്കുന്നത് ആരാണെന്ന് കണ്ണു തുറന്ന് എനിക്ക് നോക്കണമെന്നുണ്ട്. കണ്ണു തുറക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. എന്നെ തൊട്ടിരിക്കുന്ന വ്യക്തിയുടെ ശക്തിയെ താങ്ങാൻ സാധിക്കാതെ ഞാൻ അവിടെ നിന്ന് കിലുകില വിറയ്ക്കാൻ തുടങ്ങി. ശക്തമായ ചൂട് ശിരസ് മുതൽ കാൽപാദം വരെ പൊതിയുന്നൊരു അനുഭവത്തിലൂടെ ഞാൻ ആ നിമിഷങ്ങളിൽ കടന്നുപോയി. അപ്പോൾ ജീവിതത്തിൽ ഇതുവരെ കേൾക്കാത്ത സ്നേഹം നിറഞ്ഞൊരു സ്വരം എൻ്റെ കാതുകളിൽ പതിച്ചു. അതിപ്രകാരമായിരുന്നു, കുഞ്ഞെ ക്ഷമിച്ച് പ്രാർത്ഥിക്കുക, കുഞ്ഞെ ക്ഷമിച്ച് പ്രാർത്ഥിക്കുക എന്ന് ആ സ്വരം എന്നോട് പറഞ്ഞപ്പോൾ സ്വരത്തിൻ്റെ ഉടമയെ ഞാൻ തിരിച്ചറിഞ്ഞു. എന്നെ സ്നേഹിക്കുന്ന ഈശോനാഥൻ അൾത്താര വിട്ടുകൊണ്ട് എൻ്റെ അരികിലേക്ക് കടന്നു വന്നിട്ട് യേശു കരം നീട്ടി എന്നെ സ്പർശിക്കുകയായിരുന്നു. ഹല്ലേലൂയ. ഈശോ എന്നെ തൊട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ കുറവുകളിലേക്കാണ് അവിടെ നിന്ന് വിരൽ ചൂണ്ടിയത്.
എനിക്ക് മുമ്പിൽ ഒരുപാട് നീതി ഉണ്ടായിരുന്നു, ഒരുപാട് ന്യായമുണ്ടായിരുന്നു. ഞാൻ ഏറെ സഹിക്കുമായിരുന്നു, ഏറെ പ്രാർത്ഥിക്കുമായിരുന്നു, പക്ഷേ ക്ഷമിക്കുമായിരുന്നില്ല. എനിക്ക് ക്ഷമിക്കുവാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഈശോയ്ക്ക് എന്നെ അനുഗ്രഹിക്കാൻ സാധിക്കുന്നില്ലെന്നുള്ള വലിയ തിരിച്ചറിവ് നൽകിക്കൊണ്ട് എൻ്റെ നല്ല ദൈവം എന്നെ അനുഗ്രഹിച്ച നിമിഷങ്ങളിൽ ഞാൻ അറിയാതെ എൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായിട്ട് ഒഴുകാൻ തുടങ്ങി. ഞാൻ അറിയാതെ എൻ്റെ അധരത്തിൽ നിന്ന് ഒരു പ്രാർത്ഥന പുറത്തോട്ട് വരുവാൻ തുടങ്ങി. അതെങ്ങനെയായിരുന്നു? ഈശോയെ, പാപിയായ എന്നോട് കരുണ തോന്നണമേ ഈശോയെ, എന്നോട് കരുണ കാണിക്കണേ കർത്താവേ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. ആരൊക്കെയോ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇതൊന്നും ഗവനിക്കാതെ ഞാൻ എൻ്റെ പ്രാർത്ഥന തുടർന്നു. പ്രാർത്ഥന അവസാനിച്ചു. 3 ദിവസത്തെ ധ്യാനത്തിലും ഈ ഒരു കാര്യം മാത്രമേ ഈശോയോട് ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. ധ്യാനം തീർന്നു. എല്ലാവരും ദേവാലയത്തിൽ നിന്നും പുറത്തോട്ട് പോയി. ആ സമയത്ത് ദേവാലയത്തിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. സക്രാരിയിലേക്ക് നോക്കിക്കൊണ്ട് ഈശോയോട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഈശോയെ, അവിടുന്ന് എന്നോടൊപ്പം എൻ്റെ ഭവനത്തിലേക്കും കടന്നു വരണമേ. അപ്പോൾ മുതൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ശക്തി എൻ്റെ കൂടെ നടക്കുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി. തിരികെ ഞാൻ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, എൻ്റെ ജീവിത പങ്കാളി മദ്യപാനമൊക്കെ മാറി അങ്ങ് ഡീസൻ്റായിട്ട് നിൽക്കുകയാണ് എന്നുള്ളത്. നാമൊക്കെ അങ്ങനെയാണ്. ഒരു ഏകദിന ധ്യാനത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ, ഒരു 3 ദിവസത്തെ കൺവെൻഷനിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന അപ്പോൾ തന്നെ കർത്താവ് നമ്മുടെ പ്രാർത്ഥനകളെ അനുഗ്രഹിക്കണമെന്ന് നാമൊക്കെ നിർബന്ധം പിടിക്കാറുണ്ട്. പക്ഷേ യേശുക്രിസ്തു ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത്ഭുതം പ്രവർത്തിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ദൈവസ്നേഹത്തിൽ വ്യാപരിക്കുവാൻ ഓരോ മകനെയും മകളെയും ദൈവം അനുഗ്രഹിക്കും. ദൈവകൽപ്പനകളോട് വിശ്വസ്തതയുള്ളവരായിരിക്കുവാൻ, കൂദാശകളോട് വിശ്വസ്തതയുള്ളവരായിരിക്കുവാൻ ഓരോ വ്യക്തിയെയും ദൈവം അനുഗ്രഹിക്കും. അതിനുശേഷമാണ് കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുക. ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം 5-ാം തിരുവചനം, നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ദൈവം നമ്മെ വിശുദ്ധീകരിക്കുന്നത് സഹനങ്ങളിലൂടെയാണെങ്കിൽ ആ സഹനത്തെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയെ പോലെ ആമേൻ പറയുമ്പോൾ, അതങ്ങനെ ആകട്ടെ ദൈവമേ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ കൃപ ഒഴുകിയിറങ്ങുന്നു. കരമുയർത്തി എന്ന് പറയാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, തിരികെ ഞാൻ വീട്ടിലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിത സാഹചര്യത്തിന് മാറ്റമുണ്ടായിരുന്നില്ല. ജീവിത പങ്കാളിക്ക് ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. പതിവിനേക്കാൾ കൂടുതൽ സഹനങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ സഹനം സ്വീകരിച്ചു കൊണ്ടിരുന്ന എന്നെ വചനം സ്വീകരിച്ചപ്പോൾ സഹനം സ്വീകരിക്കാനുള്ള കരുത്ത് നൽകി ദൈവം അഭിഷേകം ചെയ്തിരുന്നു. പതിവ് പോലെ മറ്റുള്ളവർ എന്നെ കുറ്റപ്പെടുത്തുവാൻ തുടങ്ങി, ശാരീരികവും മാനസികവുമായി മുറിപ്പെടുത്താൻ തുടങ്ങി, പട്ടിണി കെടുത്താൻ തുടങ്ങി. അപ്പോഴെല്ലാം ഈശോ എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പഠിപ്പിക്കുവാൻ തുടങ്ങി, പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുക, നിന്റെ ജീവിതത്തെ അമ്മയാണ് നയിക്കുന്നത്, അമ്മയോട് പ്രാർത്ഥിക്കുക എന്ന് ഈശോ ആവർത്തിച്ച് ദൈവസ്വരം എൻ്റെ ഹൃദയത്തിൽ ഞാൻ കേട്ടുകൊണ്ടിരുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ആ സമയത്ത് അമ്മ പറയുവാൻ തുടങ്ങി, ഓരോ വ്യക്തികളെയും ഓർത്ത് നീ നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക, നിന്നെ വേദനിപ്പിക്കുന്ന ഓരോരുത്തരെയും ഓർത്ത് നീ നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. അങ്ങനെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഒച്ചയും ബഹളം ഉണ്ടാക്കിയിട്ടൊന്നും അല്ല കേട്ടോ ഞാൻ പ്രാർത്ഥിച്ചത്. ജോലി ചെയ്യുമ്പോഴും ഓരോ കാര്യങ്ങളിൽ വ്യാപൃതിയായിരിക്കുമ്പോഴും ഉള്ളിലുള്ള ഈശോയോട് ശാന്തമായി നന്ദി പറഞ്ഞുകൊണ്ടിരുന്നു, അമ്മയോട് നന്ദി പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ കടന്നുപോയി. ഞാൻ ധ്യാനം കൂടി കഴിഞ്ഞ് കടന്നു വന്ന് 3 ആഴ്ച കഴിഞ്ഞപ്പോഴേക്ക് എൻ്റെ ജീവിത പങ്കാളിയുടെ മദ്യപാനത്തിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് പ്രവേശിച്ചിരിക്കുക. ഞാൻ നോക്കുമ്പോൾ ആ രാത്രി എൻ്റെ ഭർത്താവ് റോഡ് സൈഡിലെ ഞങ്ങളുടെ വീട്, റോഡരികിലൂടെ ഒരൊറ്റ കുപ്പി റമ്മ് വെള്ളം ചേർക്കാതെ കഴിച്ചിട്ട് ലഹരി തലയ്ക്ക് പിടിക്കുന്നില്ലാത്ത അവസ്ഥയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുക. ഒരു കയ്യിൽ മദ്യക്കുപ്പിയുണ്ട്, ഒരു കയ്യിൽ കുറേ നോട്ടുകൾ ചുരുട്ടി പിടിച്ചിട്ടുണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്ത് അദ്ദേഹത്തെയും കാത്ത് ഇരുട്ടിൻ്റെ മറവിൽ നിൽക്കുകയായിരുന്നു ഞാൻ. അതിലൂടെ കടന്നു പോകുന്ന സഹോദരന്മാർ ഇങ്ങനെ പറയുന്നത് കേട്ടു, ഇവനിങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അത് അവളുടെ കഴിവുകേടാ, ഒരു കഴിവുമില്ലാത്ത ഒരു ഭാര്യയെ അവന് കിട്ടിയത് കൊണ്ട് അവൻ ഇങ്ങനെയായി തീർന്നത്. അപ്പോഴും ഞാൻ എൻ്റെ ഈശോയോട് പ്രാർത്ഥിച്ചു, പരിശുദ്ധമ്മയോട് പ്രാർത്ഥിച്ചു, നല്ല ദൈവമേ, അങ്ങയ്ക്ക് നന്ദി പറയുന്നു, ഇങ്ങനെ ഒരു ഭർത്താവിനെ നീ എനിക്ക് നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ ആയിരിക്കുന്ന അവസ്ഥയിലും എൻ്റെ ഭർത്താവിനെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഏറെ നേരം കഴിഞ്ഞപ്പം അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങി വന്ന് അദ്ദേഹത്തോട് 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ മോളുടെ സ്കൂൾ ഫീസ് ഞാൻ ചോദിച്ചു. കാരണം ഫീസ് അടച്ച് 2-3 മാസമായിട്ട് ആയിരുന്നു ഫീസ് അടച്ചിട്ടില്ല. ആ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് സ്കൂൾ ഫീസ് ചോദിച്ച ഉടനെ കട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ കണ്ടുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറയുവാൻ തുടങ്ങി, ഈ കുഞ്ഞുള്ളത് കൊണ്ടല്ലേ നിന്റെ പ്രശ്നം മുഴുവനും, ഇതിനെ ഞാൻ ഇപ്പോൾ തന്നെ തീർത്തു തന്നേക്കാം എന്ന് പറഞ്ഞിട്ട് കട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന എൻ്റെ മോളെ വാരിയെടുത്ത് അദ്ദേഹം ഒറ്റയേറ എൻ്റെ മോളെ മതിലിൽ പോയി തലയിടിച്ചു വീണു.
നെറ്റി പൊട്ടി ചോരയൊഴുകാൻ തുടങ്ങി. എൻ്റെ കുഞ്ഞോടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, അമ്മേ, എനിക്ക് ഈ അപ്പയെ ഇഷ്ടമല്ല, നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാം. എൻ്റെ കുഞ്ഞിനെ മാറോടടുക്കി പിടിച്ചുകൊണ്ട് ആശ്വസിപ്പിക്കുമ്പോൾ ഈശോയുടെ തിരുഹൃദയ രൂപത്തിന് മുമ്പിൽ, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് മുമ്പിൽ ഞാനൊരു തീരുമാനമെടുത്തു. അമ്മേ മാതാവേ, ഞാൻ എത്ര വേണമെങ്കിലും സഹിക്കാം, പക്ഷെ എൻ്റെ കുഞ്ഞിൻ്റെ ജീവനെ കരുതിയെങ്കിലും തൽക്കാലം എങ്ങോട്ടെങ്കിലും മാറി നിന്നെങ്കിലും എന്ന് ഞാൻ കരുതുകയാണ്. മറ്റെങ്ങോട്ടും ആയിരുന്നില്ല. മരിച്ചുപോയ എൻ്റെ അമ്മയ്ക്ക് ഒരു സുഹൃത്ത് സിസ്റ്ററുണ്ട്. സിസ്റ്ററെ അരികിൽ എൻ്റെ മോളെ ഏൽപ്പിച്ച് ആ മഠത്തിൽ എന്തെങ്കിലും ജോലി ചെയ്ത് തൽക്കാലം മാറി നിൽക്കാമെന്ന് കരുതി ആ രാത്രി ഞാൻ കിടന്നു. പിറ്റേ ദിവസം രാവിലെ പതിവ് പോലെ അദ്ദേഹം കുഞ്ഞിനെ കൊണ്ട് സ്കൂളിലേക്ക് പോയി. തിരികെ കൊണ്ടുവരുന്ന പലപ്പോഴും ഞാനായിരുന്നു. തിരികെ കൊണ്ടുവരുന്ന വഴിക്ക് കുഞ്ഞുമായി രക്ഷപ്പെടണം. ഈ തീരുമാനവുമായി ഉച്ച കഴിഞ്ഞ് 2:30 മണിയായപ്പം ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നിൽക്കുകയാണ്. ആ സമയത്ത് രാവിലെ പോയി പാതിരാത്രിക്ക് കയറി വരുന്ന അദ്ദേഹം അന്ന് പതിവിന് വിപരീതമായിട്ട് കറക്റ്റ് 2:30 മണിയായപ്പം കയറി വന്നിരിക്കുക. എന്നോട് പറഞ്ഞു, ആരെ കാണാൻ വേണ്ടി എത്ര നേരത്തെ റെഡിയായിട്ട് നിൽക്കുന്നേ? ഞാൻ പറഞ്ഞു, കുഞ്ഞിനെ എടുക്കാനായിട്ട് പോകണം. അദ്ദേഹം പറഞ്ഞു, കുഞ്ഞിനെ എടുക്കാനായിട്ട് എനിക്കറിയാം, നീ ഇവിടുത്തെ കാര്യം നോക്കി ഇവിടെ ഇരുന്നാൽ മതി. ഒരു നിമിഷം നേരത്തേക്ക് ഞാൻ ചിന്തിച്ചു പോയി കേട്ടോ, കർത്താവെ, ഒരു തരത്തിലും രക്ഷപ്പെടാനായിട്ട് നീ എന്നെ അനുവദിക്കത്തില്ലേ? പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ചിന്തകളും പദ്ധതികളും തകർന്നടിയുമ്പോഴാണ് കർത്താവിൻ്റെ ചിന്തകളിലേക്കും പദ്ധതികളിലേക്കും നമ്മുടെ ജീവിതങ്ങൾ പ്രവേശിക്കുന്നത് എന്നുള്ള സ്വർഗീയ രഹസ്യം മനസ്സിലാക്കിക്കൊള്ളുക. കുഞ്ഞിനെടുക്കാനായി കടന്നുപോയ അദ്ദേഹം ഏറെ നേരം കഴിഞ്ഞിട്ട് മടങ്ങി വന്നില്ല. ഏകദേശം രാത്രി ഒരു 8:30 മണിയായപ്പം ആരുടെ ബൈക്കിന് അദ്ദേഹം വീട്ടിൽ വന്നു നിന്നു. ഞാൻ നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ കുഞ്ഞില്ലായിരുന്നു. ഞാൻ ചോദിച്ചു, മോൾ എവിടെ? അദ്ദേഹം പറഞ്ഞു, കേറടി വണ്ടിയിലേക്ക്. ഞാൻ വേഗം കുഞ്ഞിനെ കണ്ടുപിടിക്കുക എന്നുള്ള ലക്ഷ്യവുമായിട്ട് ആ ബൈക്കിൻ്റെ പുറകിൽ കയറിയിരുന്നു. വണ്ടി നേരെ ചെന്ന് നിന്നത് മോള് പഠിക്കുന്ന സ്കൂളിൻ്റെ ഗേറ്റിൻ്റെ ഫ്രണ്ടിലാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഗേറ്റുള്ള വീട്ടിലാണ് ഞങ്ങളുടെ അമ്മായിയുടെ മകനും ഭാര്യയും താമസിക്കുന്നത്. ഞാൻ നോക്കിയപ്പോൾ അവരുടെ വീടിൻ്റെ മുറ്റത്ത് നിന്ന് അവരുടെ കുഞ്ഞിൻ്റെ കൂടെ എൻ്റെ കുഞ്ഞ് കളിക്കുന്നത് കണ്ടു. എനിക്ക് സമാധാനമായി, കുഞ്ഞിവിടെയുണ്ട്, പിന്നെ എന്തിനായിരിക്കും എന്നെ വിളിച്ചിട്ടുണ്ടാവുക എന്നുള്ള ആകുല ചിന്തയുമായി ആ ഭവനത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഞങ്ങളുടെ അമ്മായിയുടെ മകനെയും ഭാര്യയും കൂടാതെ മറ്റൊരു സഹോദരൻ ജപമാലയും കരങ്ങളിൽ എന്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ബോംബെയിൽ താബോർ ധ്യാന കേന്ദ്രത്തിലുള്ള വ്യക്തിയാണ്. കഴിഞ്ഞ 6 മാസക്കാലമായി കർത്താവ് എനിക്ക് സന്ദേശം നൽകുന്നു, ഒരു ബേബിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. കഴിഞ്ഞ ആഴ്ചയുടെ അവസാന മണിക്കൂറുകളിലാണ് ഈശോ പറയുന്നത്, ആലുവായ്ക്ക് പോവുക, ബേബിയെ കാണുക എന്ന്. ഇവിടെ എൻ്റെ സുഹൃത്തായ വ്യക്തിയുടെ വീട്ടിൽ കടന്നു വന്ന ഞാൻ ഈ ഗേറ്റിൻ്റെ മുമ്പിൽ വെച്ച് കുഞ്ഞിനെടുക്കാൻ കടന്നു വന്ന നിന്റെ ഭർത്താവിനെ കണ്ടുമുട്ടി. അവനുമായി സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതുതന്നെയാണ് ഈശോ എന്നെ പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന വ്യക്തി എന്നുള്ളത്. ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. നല്ലൊരു കൗൺസിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ കൗൺസിലിങ്ങിൻ്റെ നിമിഷങ്ങളിൽ ഈശോ അവനെ സ്പർശിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച വേദനകളെ ഓർത്ത് എപ്പോൾ മുതൽ ഞാൻ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയോ, അപ്പോൾ മുതൽ എൻ്റെ ദൈവം എന്നെ ഓർക്കുവാനിടയായി തീർന്നു. എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കുവാനിടയായി തീർന്നു. ആ സഹോദരൻ എന്നോട് പറഞ്ഞു, എൻ്റെ മോളെ, നീ ഒത്തിരിയേറെ സഹിച്ചതല്ലേ, ഒത്തിരിയേറെ ക്ഷമിച്ചതല്ലേ, ഒരിക്കൽ കൂടെ നിന്റെ തീരുമാനങ്ങളെല്ലാം മാറ്റിവെച്ച് ഈശോയ്ക്ക് വേണ്ടി പരിപൂർണമായി ഒന്ന് ക്ഷമിച്ചുകൂടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എൻ്റെ ശിരസിൽ കരങ്ങൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്താൽ ഇപ്പോൾ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ നീ നിന്റെ ജീവിത പങ്കാളിയോടും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടും പൂർണ്ണമായും ക്ഷമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ, പ്രിയമുള്ള സഹോദരങ്ങളെ, എൻ്റെ ജീവിത പങ്കാളിയോടും കുടുംബാംഗങ്ങളോടും പരിപൂർണമായും ക്ഷമിക്കുവാനുള്ള കൃപാവരം നൽകി ഈശോ എന്നെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. അപ്രകാരം ക്ഷമിക്കുവാൻ ഞാൻ തയ്യാറായപ്പോൾ മറ്റൊരത്ഭുതം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുക. 7 വർഷക്കാലമായി എന്നെ പീഡിപ്പിച്ചിരുന്ന മൂത്രാശയ സംബന്ധമായിട്ടുള്ള രോഗം, ആ സമയത്ത് എൻ്റെ രോഗം വളരെയധികം കൂടുതലായിരുന്നു. വിട്ടുമാറാത്ത പനി എനിക്കുണ്ടായിരുന്നു. എൻ്റെ ശരീരം മുഴുവൻ നീര് വെച്ചിരുന്നു. യൂറിൻ പാസ് ചെയ്യുമ്പോൾ യൂറിന് പകരം പുറത്തോട്ട് വന്നുകൊണ്ടിരുന്ന ബ്ലഡാണ്. എന്നെ ചികിത്സിച്ച ഡോക്ടേഴ്സ് പറഞ്ഞു, ഉറപ്പായിട്ടും നിന്റെ കിഡ്നിയിൽ ക്യാൻസർ ഉണ്ട്, ഇല്ല എങ്കിൽ ഉറപ്പായിട്ടും നിന്റെ ബ്ലാഡറിൽ ട്യൂമർ വളരുന്നുണ്ട്. എന്ത് തന്നെയായാലും സ്കാൻ ചെയ്തിട്ട് തീരുമാനിക്കാം ഏത് ട്രീറ്റ്മെൻറ്റ് വേണമെന്ന്. ഒരു പെയിൻ കില്ലർ വാങ്ങുവാൻ വേണ്ടിയുള്ള പണം പോലും ഇല്ലാതെ, സ്കാനിങ്ങിനുള്ള പണമില്ലാതെ, സർവ്വ മനുഷ്യരാലും ഉപേക്ഷിക്കപ്പെട്ട് മനുഷ്യരുടെ സഹായമെല്ലാം നഷ്ടപ്പെട്ട സമയത്താണ് ദൈവത്തിൻ്റെ കരം എൻ്റെ മേൽ നീട്ടപ്പെട്ടത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ആ സമയത്ത് ആ സഹോദരൻ എന്നോട് പറഞ്ഞു, യേശുവിൻ്റെ നാമത്താൽ ക്ഷമിക്കുക എന്ന്. എൻ്റെ ജീവിത പങ്കാളിയോടും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടും
ഞാൻ പരിപൂർണമായും ക്ഷമിക്കുവാൻ തീരുമാനമെടുത്ത ആ സെക്കൻഡിൽ ഡോക്ടേഴ്സ് ക്യാൻസർ ആയിരിക്കുമെന്ന് വിധി എഴുതിയ രോഗം ആ സെക്കൻഡിൽ എന്നെ വിട്ടുമാറി. എൻ്റെ കർത്താവ് എനിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആ രാത്രി പ്രാർത്ഥനയൊക്കെ തീർന്നു. വലിയ സമാധാനത്തോടുകൂടെ തിരികെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി. സ്വസ്ഥവും ശാന്തവുമായി ഞാൻ ആ രാത്രി ഒന്ന് കിടന്നുറങ്ങി. പിറ്റേ ദിവസം നേരം വെളുത്തപ്പം എൻ്റെ ഭർത്താവിനെ കാണാനില്ല. തലേ ദിവസം പ്രാർത്ഥിച്ചത് മദ്യപിച്ചിരുന്നതിൻ്റെ ആ സമയത്ത് ആണ് അദ്ദേഹത്തിന് പ്രാർത്ഥന ലഭിച്ചത്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ചത് മറന്നുപോയ അദ്ദേഹം മദ്യപിക്കാൻ വേണ്ടി രാവിലെ തന്നെ ബാറിലേക്ക് പോയി. അവിടെ ചെന്ന് ഗ്ലാസ്സിലേക്ക് മദ്യം പകർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ മദ്യത്തിൻ്റെ മണമടിച്ചപ്പോൾ പതിവില്ലാത്ത രീതിയിൽ ഛർദ്ദിക്കാനായിട്ട് വലിയൊരു തോന്നലുണ്ടായി. ഒരു തുള്ളി പോലും കഴിക്കാതെ ആ മദ്യം മുഴുവൻ അവിടെ കമിഴ്ത്തി കളഞ്ഞിട്ട് അദ്ദേഹം നേരെ വന്നത് വീട്ടിലേക്ക്. അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ ഒന്ന് നോക്കിക്കേ, രാവിലെ മുതൽ മദ്യപിക്കുന്ന എനിക്ക് മദ്യപിക്കാൻ പറ്റുന്നില്ല, പുകവലിക്കാൻ പറ്റുന്നില്ല, കർത്താവ് എന്നെ തൊട്ടിട്ടുണ്ടെന്നാ തോന്നുന്നേ. ഒത്തിരി നേരം ഏറെ സ്നേഹത്തോടുകൂടെ അദ്ദേഹം എന്നോട് സംസാരിക്കാനിടയായി. ജീവിതത്തിൽ ആദ്യമായിട്ട് വിവാഹം കഴിഞ്ഞതിന് ശേഷം ഒത്തിരിയേറെ സമയം അദ്ദേഹം എന്നോട് സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. പുറത്തു പോയി ഏറെ നേരം കഴിഞ്ഞ് മടങ്ങി വന്ന അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അത്രയേറെ തേജസ് ഉണ്ടായിരുന്ന മുഖത്തിന് ഞാൻ ചോദിച്ചു, ബേബി ചേട്ടാ, എന്താ സംഭവിച്ചത്? അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാനൊന്ന് കുമ്പസരിച്ചു. കെട്ടുകുമ്പസാരം കഴിഞ്ഞ് 7 വർഷമായിട്ടും ഒരിക്കൽ പോലും അദ്ദേഹം കുമ്പസരിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ ഈശോയുടെ സ്നേഹം അനുഭവിച്ചറിഞ്ഞ അദ്ദേഹം പാപബോധവും പശ്ചാത്താപമുള്ളവനായി മാറി. അദ്ദേഹം എന്നോട് പങ്കുവച്ചത് ഇങ്ങനെയോ, എനിക്കൊന്ന് കുമ്പസരിക്കണമെന്ന് തോന്നി. ദേവാലയത്തിലേക്ക് ഞാൻ കടന്നു ചെന്നു. ബഹുമാനപ്പെട്ട വൈദികൻ കുമ്പസാരക്കൂടിനുള്ളിൽ വന്നിരുന്നു. ഞാൻ എൻ്റെ പാപങ്ങൾ ഏറ്റുപറയുവാൻ വേണ്ടി മുഖമുയർത്തി നോക്കിയപ്പോൾ കുമ്പസാരക്കൂടിനുള്ളിൽ കണ്ടത് അച്ഛനെയല്ല, മുൾമുടി അണിഞ്ഞ് ചോരയൊലിപ്പിച്ച് എൻ്റെ പാപങ്ങൾ കേൾക്കുവാൻ ചെവി ചായ്ച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെ കണ്ണുകൾ തുറന്നുകൊണ്ട് ഞാൻ കണ്ടു. ഹല്ലേലൂയ. സങ്കീർത്തനത്തിന്റെ പുസ്തകം 34-ാം അധ്യായം 5-ാം തിരുവചനം, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. പ്രിയമുള്ള സഹോദരങ്ങളെ, യേശുവിൻ്റെ മുഖത്തു നിന്ന് ലഭിച്ച പ്രകാശമാണ് എൻ്റെ ജീവിത പങ്കാളിയുടെ മുഖത്ത് എനിക്ക് ദർശിക്കാൻ സാധിച്ചത്. ഇന്ന് ആ പ്രകാശത്തിൻ്റെ പാതയിൽ എൻ്റെ ജീവിത പങ്കാളിയും ഞാനും സഞ്ചരിക്കുമ്പോൾ 7 വർഷക്കാലത്തെ സഹനങ്ങൾ, കണ്ണുനീരണിഞ്ഞ പ്രാർത്ഥനകൾ എൻ്റെ ദൈവം എനിക്ക് മടക്കി തന്നത് നിസ്സാരമൊരു അനുഗ്രഹമായിരുന്നില്ല. 21 വർഷം പഴക്കമുള്ള മദ്യപാനത്തിൽ നിന്നും സകല വിധത്തിലുള്ള ദുശീലത്തിൽ നിന്നും വിടുതൽ നൽകി ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിച്ചത് എന്നേക്കാൾ വലിയൊരു വചന പ്രഘോഷകനാക്കി മാറ്റിക്കൊണ്ടാണ്. ഹല്ലേലൂയ. ഇന്ന് കർത്താവിൻ്റെ പരിശുദ്ധമായ അൾത്താരകളിൽ കഴിഞ്ഞ 16 വർഷത്തോളമായി ബഹുമാനപ്പെട്ട വൈദികരോടൊപ്പമായിരുന്നു കൊണ്ട് വചന ശുശ്രൂഷ ചെയ്യുമ്പോൾ, ദൈവത്തിന് വേണ്ടി സാക്ഷ്യം വഹിക്കുമ്പോൾ ഞാൻ എൻ്റെ യേശു ക്രിസ്തുവിൽ അഭിമാനിക്കുന്നു. 1 ദിനവൃത്താന്തത്തിൻ്റെ പുസ്തകം 16:36, കർത്താവിനെ സ്തുതിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് അഭിമാനമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ലോകത്തിൻ്റെ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ സ്വന്തമായിട്ട് ഞങ്ങൾക്കൊന്നും തന്നെയില്ല, സ്വന്തമായൊരു ഭവനമില്ല, സമ്പത്തൊന്നും തന്നെയില്ല. അന്നത്തെ ആഹാരം നൽകിക്കൊണ്ട് നല്ല ദൈവം പരിശുദ്ധ അമ്മയും ഞങ്ങളെ പരിപാലിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഞാൻ ഏറെ സന്തോഷിക്കുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ ജീവിത പങ്കാളിയുടെ ഉള്ളിൽ യേശു ക്രിസ്തു വളരുന്നുണ്ട്. എനിക്ക് 2 മക്കളുണ്ട്. എൻ്റെ മക്കളുടെ ഉള്ളിൽ യേശു ക്രിസ്തു വളരുന്നുണ്ട്. ഞങ്ങളുടെ കുടുംബം ഒന്നായി ചേർന്നാണ് ദൈവ ശുശ്രൂഷ ചെയ്യുക. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരുപക്ഷെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതിൽ നിന്നും പരിശുദ്ധ അമ്മയുടെ മുൻപിൽ ജപമാല ചൊല്ലുന്നതിൽ നിന്നും നിന്നെ ഏതെങ്കിലുമൊക്കെ തിക്ത അനുഭവങ്ങൾ അകറ്റി കളഞ്ഞിട്ടുണ്ടായിരിക്കാം. ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ വിശുദ്ധി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം, സമാധാനം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം, ആരോഗ്യം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 10-ാം തിരുവചനം, നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. നിന്റെ ജീവിതത്തിൽ നിന്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? കർത്താവ് നിനക്ക് തിരികെ തരും. സമാധാനം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? ഈശോ നിനക്ക് തിരികെ നൽകും. പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് നമ്മുടെ സഹനം നിറഞ്ഞ ജീവിതം മുൻപോട്ട് പോകുമ്പോൾ, പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം രക്ഷയുടെ അനുഭവത്തിലേക്ക് അമ്മ കൂട്ടിക്കൊണ്ടു പോവുക തന്നെ ചെയ്യും. ഒരു നിമിഷം നമുക്കെല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പരിശുദ്ധമായ ആരാധനയിലേക്ക് നാം ഒന്ന് ചേർന്ന് പ്രവേശിക്കാൻ പോവുകയാണ്. എൻ്റെ ജീവിത പങ്കാളി എന്നോടൊപ്പം കടന്നു വന്നിട്ടുണ്ട്. ഒന്ന് ചേർന്ന്, നമ്മളെല്ലാവരും ഒന്ന് ചേർന്നാണ് ആരാധന നയിക്കുക. ഈ ആരാധനയിൽ ശക്തമായിട്ടുള്ള വിടുതലും സൗഖ്യവും മാനസാന്തരങ്ങളും എല്ലാം ലഭിക്കുന്നതിന് വേണ്ടി അമ്മയോട് ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ദിവ്യകാരുണ്യ ഈശോയെ വഴി നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹപ്രദമാകുവാൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കണം. 2 കരങ്ങളും ദൈവത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ?
ഈ ഉയർത്തിപ്പിടിച്ച കരങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ജീവിതങ്ങളെ ഒന്ന് സമർപ്പിക്കട്ടെ. എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ച നല്ല ദൈവം നിങ്ങളെ ഓരോരുത്തരെയും വ്യക്തിപരമായി അനുഗ്രഹിക്കുവാൻ തയ്യാറാണ്. നിങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുവാൻ തയ്യാറാണ്. കണ്ണുകളെല്ലാവരും ഒന്ന് അടയ്ക്കാമോ? ഈ ഉയർത്തിപ്പിടിച്ച കരങ്ങൾക്കുള്ളിൽ നിന്റെ വേദനകളെ സമർപ്പിക്കട്ടെ, നിന്റെ സങ്കടങ്ങളെ സമർപ്പിക്കട്ടെ, ആരോടും പങ്കുവച്ചിട്ടില്ലാത്ത നിന്റെ ഹൃദയഭാരങ്ങളെ സമർപ്പിക്കട്ടെ. ഞാൻ ഒറ്റയ്ക്കാണ് എൻ്റെ ജീവിതത്തിൽ, എന്നെ മനസ്സിലാക്കുവാൻ ആരുമില്ല ദൈവമേ. എൻ്റെ കണ്ണുനീര് നിറഞ്ഞ ജീവിതത്തെ സമർപ്പിക്കുന്നു. എൻ്റെ ജീവിത പങ്കാളിയുടെ വഴിവിട്ട ജീവിതത്തെ സമർപ്പിക്കുന്നു. കർത്താവ്, എൻ്റെ ജീവിതത്തിൽ വിശുദ്ധി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, ആരോഗ്യം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് കർത്താവേ. ഞാനൊരു രോഗിയാണ് കർത്താവേ. ഒരു കുഞ്ഞില്ലാത്തതിൻ്റെ വേദനയിൽ കണ്ണുനീരോടുകൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നു ഈശോയെ. എൻ്റെ മക്കളുടെ വിശുദ്ധി നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. എൻ്റെ കുടുംബത്തിൽ സമാധാനമില്ലാത്തതിനെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈശോയെ. ഈ സമയം അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ഈശോയുടെ തിരുഹൃദയത്തിന് സമർപ്പിച്ചുകൊണ്ട് യേശുവിന്റെ രക്ഷാകര നാമത്തെ വിളിച്ചുകൊണ്ട് നാം ഒന്ന് ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, അങ്ങയുടെ പരിശുദ്ധ നാമത്തെ വിളിച്ച് ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ. സ്വർഗ്ഗത്തിന്റെയും ഭൂമിയുടെയും മേൽ അധികാരമുള്ള കർത്താവേ, ജീവനും പുനരുത്ഥാനവുമായ കർത്താവേ, രക്തസ്രാവക്കാരിയായ സ്ത്രീയെ സുഖപ്പെടുത്തിയ കർത്താവേ, അന്ധന് കാഴ്ച നൽകിയ കർത്താവേ, ചെകിടന് കേൾവി നൽകിയ കർത്താവേ, ഈ സമയം ഈ സമൂഹത്തിൽ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്ന മക്കളുടെ കണ്ണുനീരിനെ അവിടുന്ന് ഏറ്റെടുക്കണമേ, ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തിയോടെ സ്തുതിക്കട്ടെ, സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്ക് മുട്ടുമേ നിന്ന് കരങ്ങളൊക്കെ കൂപ്പിപ്പിടിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ അരികിലേക്ക് ദിവ്യകാരുണ്യ ഈശോയെ നമുക്ക് പാടി ആരാധിച്ച് സ്വീകരിക്കാം. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ ഏതെല്ലാം നിയോഗങ്ങളുമായിട്ടാണോ നമ്മൾ ഇന്ന് കടന്നു വന്നിരിക്കുന്ന ആ നിയോഗങ്ങളെല്ലാം ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് ഭക്തിയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആരാധനയിലേക്ക് പ്രവേശിക്കാം. ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവും കൂടിയാണ് ഈ ആരാധന നയിക്കുന്നത്. നമുക്ക് ഭക്തിയോടെ കരങ്ങളൊക്കെ കൂപ്പിപ്പിടിച്ച് ദിവ്യകാരുണ്യ ഈശോയെ നമ്മുടെ അരികിലേക്ക് സ്വീകരിക്കാം.